അതായത് ഡ്രൈവർ സീറ്റിൽ ഗോപിയാണെങ്കിൽ ഉമ്മൻചാണ്ടി സ്വസ്ഥമായിട്ട് ഉറങ്ങും. ഉറങ്ങും. അതുപോലെ വണ്ടി കയറുമ്പോഴും നിറച്ച് ആൾക്കാർ കയറും. സാറ് വരുമ്പോൾ സാറിന് കയറാൻ സ്ഥലം കാണില്ല. അതായത് പുള്ളിക്ക് മുന്നേ കുറേ ആൾക്കാർ പാർട്ടിക്കാരങ്ങ് കയറി എല്ലാം കയറും. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ മറ്റടുത്ത് വന്നാൽ മതി, ഞാനങ്ങ് വേറെ ഏതെങ്കിലും വണ്ടിയിൽ വരാം. പുതുപ്പള്ളിയിലെത്തിയപ്പോൾ മാത്രം ഒരാൾ മിച്ചം. അതായത് ആർക്കും അറിയില്ല. ഷീറ്റും വിരിച്ച് ഫാനും സെറ്റ് ചെയ്ത് തരും. ഫാനും സ്പീഡ് ചെയ്ത് ഇതിൻ്റെ സ്പീഡ് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അപ്പം അത്രയും ദൂരം ഗോപി ഓടിക്കാൻ രാത്രിയാകുമ്പോൾ ഞാൻ ഓടിക്കാം. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് അടിപൊളി. ഒരിക്കൽ പോലും സാറിനെ ഇരുത്തിക്കൊണ്ട് താങ്കൾ ഓടിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ മാത്രമേ നിർത്തൂ ഡ്രൈവർക്ക്. പുള്ളിക്ക് വേണ്ടിയിട്ടൊരു നിർത്തലില്ല. ഇല്ല 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 എസ്കോർട്ടും പൈലറ്റും ഒന്നും ഇല്ല. ഇല്ല ഇല്ല. ഇപ്പോഴാണ് ശരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബാക്ക് 50 വണ്ടി ആയത്. നമുക്കൊന്നും അറിയേണ്ട കാര്യം. അന്ന് ഒരൊറ്റ വണ്ടിയാണ്. നമസ്കാരം. സ്നേഹത്തിൻ്റെ കരുതൽ സ്പർശം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെക്കുറിച്ച് ഇതിൽ കുറഞ്ഞൊരു വിശേഷണം പറയാൻ സാധിക്കില്ല. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് 1 വർഷം തികയുകയാണ്. ആരായിരുന്നു ഉമ്മൻചാണ്ടി? എന്തായിരുന്നു ഉമ്മൻചാണ്ടി? അറിഞ്ഞതിനും പറഞ്ഞതിനും അപ്പുറമുള്ള ഉമ്മൻചാണ്ടി എന്ന മനുഷ്യൻ എന്തായിരുന്നു അദ്ദേഹം? അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇന്ന് നമ്മോടൊപ്പം പങ്കുവയ്ക്കാൻ 38 കൊല്ലം ഉമ്മൻചാണ്ടിയുടെ സാരഥിയായിരുന്ന ശ്രീ കെ ഗോപി അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നു. സുദീർഘമായ ഒരു കാലയളവ് കേരള സ്റ്റേറ്റ് നമ്പർ 1 കാർ ഈ നിരത്തുകളിലൂടെ പായിച്ചൊരു മനുഷ്യനാണ്. ജനസ്നേഹിയായ ഒരു മനുഷ്യനോടൊപ്പം എങ്ങനെയാണ് ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം എത്തിപ്പെട്ടെ? ഞാൻ ആദ്യമായിട്ട് അവിടെ വരുന്നത് സാറിൻ്റെ പപ്പയുടെ സഹോദരി തങ്കിയമ്മച്ചി, തങ്കിയമ്മാമ എന്ന് വിളിക്കും, തങ്കിയമ്മച്ചിയാണ് എന്നെ സാറിനോട് പറഞ്ഞ് അവിടോട്ട് വരുത്തുന്നത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്നപ്പോൾ സാറിനെ 1-2 ദിവസം കണ്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ വേറെ സംസാരിച്ചിരുന്നില്ല. ആ വീട്ടിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്, പൂജപ്പുര. അപ്പോൾ ചെന്ന് അന്നേ ദിവസം ഒരു ക്രിസ്മസ് തിരുവോണ ദിവസമായിരുന്നു. അപ്പോൾ സാറ് ആദ്യമായിട്ട് 100 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ഗോപി ഇത് വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ട് 2-3 ദിവസം കഴിഞ്ഞേ വരൂ. അപ്പോൾ അതിന് കണക്കാക്കിയുള്ള തുണിയെല്ലാം എടുത്ത് വസ്ത്രമൊക്കെ എടുത്ത് വരാൻ പറഞ്ഞു. ഈ സംഭവം നടക്കുന്നത് 39 കൊല്ലം മുൻപ് ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം ആദ്യമായിട്ട് എത്തുന്ന ദിവസമാണ്. അന്ന് 100 രൂപ എന്ന് പറയുന്നത് വലിയൊരു തുകയാണ്. ഭയങ്കര. അന്ന് KPCC നമ്മളെ ശമ്പളം 200 രൂപയാണ് നമുക്കവിടെ തരുന്നത്. അപ്പോൾ അന്ന് അത്ര വലുതാണത്. അത് കഴിഞ്ഞ് ഞാൻ വന്നു നേരെ കോട്ടയത്തേക്ക് പോയി. ഇപ്പോൾ പോകുന്ന വഴിക്ക് ആദ്യമായിട്ട് ഒരിടത്ത് വാളകം എത്താറാകുമ്പോൾ കുറച്ച് വെള്ളം റോട്ടിൽ കിടന്നു. അപ്പോൾ ഞാനിങ്ങനെ വിട്ടു പോവുകയായിരുന്നു. അപ്പോൾ ഒരിടത്ത് വെള്ളം അല്പം അരദേഹത്ത് തെറിച്ചു പോകുന്നൊരു സംശയം സാറിന് വന്നു. ഗോപി നിർത്ത്, അവരദേഹത്ത് വെള്ളം വീണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല സാർ, ഇല്ല, നിർത്ത്, ഇറങ്ങി നോക്കട്ടെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ മനസ്സ് വിചാരിച്ചു. ഞാൻ കള്ളക്കോളിൽ ഇറങ്ങിയിട്ട് അവർ ദേഹത്ത് വെള്ളം വീണയും സാറ് കണ്ടില്ല, വെള്ളം അല്പം തെറിച്ചു. അപ്പോൾ അവരും ഇങ്ങനെ കൈ കാണിക്കുന്നുണ്ട്. ഞാൻ മനസ്സിലത് വീണിട്ടില്ല, പൊക്കോളാൻ പറയാം. വളരെ സൂക്ഷിച്ചു പോകണം, മറ്റാരെയും ശല്യം, ആദ്യമായിട്ട് ഓടെയല്ലേ, മറ്റാരെയും ശല്യപ്പെടുത്താൻ പാടില്ല. പഴയ അംബാസഡറായിരുന്നു. പഴയ അംബാസഡർ. ഈ ഗിയറൊക്കെ ഇവിടെയാണ്, ഹാൻഡ് ഗിയറുള്ള. പിന്നെ ബെഞ്ച് പോലത്തെ സീറ്റ്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ തീരെ ഓവർ സ്പീഡൊന്നും വേണ്ട, ഒരു കണക്കിനൊക്കെ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പോയി ആദ്യമായിട്ട് കോട്ടയത്തെത്തി. അത് കഴിഞ്ഞ് അവിടെ കുറേ ദൂരമൊക്കെ. അപ്പം ഞാൻ ധരിച്ചു ഞാൻ തങ്കിയമ്മച്ചിയെ കൊണ്ട് കോട്ടയം പോകുമ്പോൾ 2-3 ഇടത്തൊക്കെ ഇറങ്ങി അവിടെ ഇറങ്ങി അവരവിടെ എത്തണത്. അപ്പം ഇതും അങ്ങനെ വല്ല ആയിരിക്കും വിചാരിച്ചു. ഒരിടത്തും കൊട്ടാരക്കര എത്തിയപ്പോൾ എൻ്റെ ചോദിച്ച്, ഗോപിക്ക് എന്തെങ്കിലും ചായ വല്ലോ? ഞാൻ പറഞ്ഞു, എനിക്ക് വേണ്ട, സാറിന് വേണമെങ്കിൽ. ഇല്ല, എനിക്ക് വേണ്ട. നേരെ അങ്ങ് കോട്ടയം GB പോയി, റെസ്റ്റ് ഹൗസിൽ. അപ്പോൾ അവിടെ ഒത്തിരി പേര് നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഓർത്തു, അപ്പോൾ ഇവിടെ ഇന്നിപ്പോൾ ഹാൾട്ടായിരിക്കും, ഇനി പോണതിൻ്റെ അന്നുള്ള ഓട്ടം കാണുമായിരിക്കും. ആദ്യമായിട്ട്. അപ്പം ഞാൻ അങ്ങോട്ട് മാറി ഒരു ചായ എന്തെങ്കിലും കുടിക്കാൻ, അതൊക്കെ അങ്ങോട്ട് നീങ്ങി. പിന്നെ ഫ്രീ ആണല്ലോ എന്ന് വിചാരിച്ചു.
അന്ന് അദ്ദേഹം പുതുപ്പള്ളി MLA മാത്രമാണ്. ആണ്. അപ്പോൾ ശിവരാമൻ നായർ എന്ന് പറഞ്ഞ സാറിൻ്റെ ക്ലാസ്മേറ്റാണ്, സാറിൻ്റെ PA കൂടെയാണ്. അപ്പോൾ ഓടി വന്നിട്ട് ഉമ്മൻചാണ്ടി ഇറങ്ങി, ഇയാൾ വണ്ടി കൊണ്ടുവന്നു. അതെ, ഇവിടെ നിൽക്കുകയാണ്. അപ്പോൾ സാറ് ഇങ്ങനെ കൈ കാണിച്ചു, ധൃതി പിടിക്കണ്ട, അവിടെ നിന്നാൽ മതി, നമ്മുടെ ആളാണ്. അതിന് ചെന്ന് അത് കഴിഞ്ഞ് ഒത്തിരി ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓട്ടം ഓടുന്നത്. എന്ന് വെച്ചാൽ വള്ളംകളി, ഓലപ്പന്ത് എന്ന് വേണ്ട എല്ലാ കളിക്കും ഒരു എറിയും ഉദ്ഘാടനം, വണ്ടി തിരിച്ചോളാനും പറയും. അതിനൊന്നും സമയം കിട്ടില്ല, എന്നാൽ ഒത്തിരി ആൾ കൂടും, വേണമെങ്കിൽ അവരെ എടുത്ത് തിരിച്ചു തരും വണ്ടികളൊക്കെ അത്ര. അതുപോലെ വണ്ടി കയറുമ്പോഴും നിറച്ച് ആൾക്കാർ കയറും. സാറ് വരുമ്പോൾ സാറിന് കയറാൻ സ്ഥലം കാണില്ല. അതായത് പുള്ളിക്ക് മുന്നേ കുറെ ആൾക്കാർ പാർട്ടിക്കാരങ്ങ് കയറി, എല്ലാം കയറും. ആരും ഡ്രൈവർക്ക് സ്ഥലം കിട്ടും, ഡ്രൈവർക്ക് സ്ഥലം കൊടുത്തല്ലേ പറ്റും. അതെ അതെ. അപ്പോൾ കയറുമ്പോൾ സാറ് ഒന്ന് നോക്കുമ്പം ആരെ ഇറങ്ങാനൊന്നും പറയില്ല. അപ്പോൾ പിന്നെ നിങ്ങൾ അവിടെ മറ്റടുത്ത് വന്നാൽ മതി, ഞാനങ്ങ് വേറെ ഏതെങ്കിലും വണ്ടിയിൽ വരാം. ഇത് പറയുമ്പോൾ ഓരോരുത്തരെ ആരിറങ്ങണം കുറച്ച് കൂടിപ്പോയി. അതിൻ്റെ ഒരാൾ ചേട്ടാ എന്നെ ഇറക്കാൻ നോക്കിക്കൊള്ളു എന്ന് പറഞ്ഞ് എൻ്റെ കൂടെ അങ്ങ് പിടിച്ചിരിക്കുകയാണ്. ഞാൻ ഗിയറൊക്കെ മാറിത്തരാം. അപ്പോൾ എനിക്ക് അവരൊന്നും ആദ്യം അറിയില്ല. സാറ് അവരെന്ത് ചെയ്യും, അപ്പം പിന്നെ അനങ്ങി സാറിൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള ഒരാൾ ഇറങ്ങും. അപ്പോൾ ഒരാൾ ഇറങ്ങുമ്പോൾ തന്നെ സാറ് അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ ഇരിക്കും. അങ്ങനെ പോയി കറങ്ങി തിരിച്ച് രാത്രി അസമയമായപ്പോൾ കോട്ടയം റെസ്റ്റ് ഹൗസിൽ എന്നെ കൊണ്ടാക്കി വന്നിട്ട് എൻ്റെ സാറവിടെ ഭക്ഷണമൊക്കെ എനിക്ക് ഏർപ്പാട് ചെയ്ത്, റൂമല്ല 5-ാം നമ്പർ റൂമാണ് പഴയ, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടത്. അപ്പോൾ എല്ലാം ചെയ്ത് ഭക്ഷണമൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗോപി നാളെ 11 മണിക്ക് പുതുപ്പള്ളി വരെ അറിയാമല്ലോ? അറിയാം സാർ. അപ്പോൾ വണ്ടി ഞാൻ കൊണ്ടങ്ങ് പോവാം. സാറ് ഡ്രൈവ് ചെയ്ത് പോവാം? പോവാം. ഗോപി അങ്ങ് വന്ന, അല്ല സാർ ഞാൻ വിട്ടിട്ട് വരാം സാർ. അല്ലല്ല അത് കുഴപ്പമില്ല. അപ്പോൾ ഓടിക്കും സാർ. അന്ന് ഓടിക്കും? എന്നുവെച്ചാൽ ജീപ്പൊക്കെ നല്ല എക്സ്പെർട്ട് ആണ്, അപ്പോൾ ഓടിക്കും. അന്ന് കൊണ്ടുപോയി സാറ് താങ്കൾ അവിടെ ആക്കിയിട്ട് ശിവരാമൻ നായരും പുതുപ്പള്ളി വീട്ടിലേക്ക് പോയി. അപ്പോൾ അന്ന് രാത്രി ആയപ്പോൾ എനിക്ക് കാലെല്ലാം ഭയങ്കര പെരുപ്പായി. അപ്പം ഞാനോർത്ത് ഇങ്ങനെ ഓടിയാൽ ഒരു സർക്കാർ ജോലി എന്നുള്ളതിലാണ് അവിടെ വന്നേക്കണേ. ഇതിപ്പം താഞ്ചത്ത് മീൻപിടി പണി ആയോന്നൊരു തോന്നല. അപ്പം ഞാനോർത്ത് വേണ്ട, തങ്കിയമ്മച്ചോട് പോയി പറയാം, പറ്റൂല, ഇത് ശരിയാവൂല. കാര്യം കാലത്രയ്ക്ക് നീരായി. അന്നത്തെ ക്ലച്ചൊക്കെ എന്ന് വെച്ചാൽ ചവിട്ടിയാൽ എഴുന്നേറ്റ് ചവിട്ടണം. പഴയ മെറ്റഡോർ എഞ്ചിൻ. അല്ല, അന്ന് പാർട്ടി ഓഫീസിൽ പെട്രോൾ എഞ്ചിൻ പറ്റിയ, അത് കഴിഞ്ഞാണ് മെറ്റഡോർ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. പക്ഷേ നമ്മൾ സാറിന് വണ്ടിയും കൊണ്ട് എവിടെയെങ്കിലും പോയാൽ കാറിലല്ലേ കിടക്കാൻ, ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ച് പോയാൽ തങ്കിയമ്മച്ചിരെ കൂടെ പോകുമ്പോൾ എല്ലായിടത്തും നല്ല സൗകര്യം ചെയ്യും. അവർ അങ്ങനെ ദൂരെ പോകാറില്ല. പക്ഷേ മറ്റെവിടെയെങ്കിലും നമ്മൾ വണ്ടി ഓടിക്കാൻ പോകുമ്പോൾ നമ്മളെവിടെ കിടക്കണമെന്നാരും നോക്കാറില്ല, ഡ്രൈവർക്ക് വണ്ടി അത്ര തന്നെ. അപ്പം ഞാനൊരു ഇദ്ദേഹത്തിൻ്റെ കൂടെ വന്നുകൊണ്ടാണ് ഈ വലിയ റൂമിൽ കിടക്കാനൊത്ത്. ഇപ്പം നേരം വെളുത്തപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ അങ്ങ് മാറുന്നു. നീര് കാര്യമായിട്ടില്ലെങ്കിൽ എനിക്ക് പിന്നെ അങ്ങോട്ടൊരു അസ്വസ്ഥത മാറിയിട്ടില്ല. അത് പക്ഷേ കുറച്ചാൾ ഓടി വന്നപ്പോൾ ശരിയായി, അതങ്ങ് മാറി, സീറ്റിംഗ് ആയി. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നപ്പോഴാണ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ആദ്യമായിട്ട് 4-ൻ്റെ അന്ന് തിരിച്ചു വന്നു. അതായത് കോട്ടയത്തു നിന്ന് തിരികെ ട്രിവാൻഡ്രത്തേക്ക് വന്നപ്പം പറഞ്ഞു, ഗോപി അന്ന് വന്നപ്പോൾ 2 മണിയായി രാത്രി. അപ്പോൾ സാറ് പറഞ്ഞു, ഗോപി ഇനിയിപ്പോൾ രാത്രി പോയി വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കണോ? സാറിന് ഈ ഒരു ഇതുണ്ട്, റെസ്റ്റ് ഹൗസിൽ പോയാലും വെളുക്കാറായി ഒക്കെ പറയണത് അവരെ നമ്മളുറക്കെ പോയി, ഇനിയിപ്പോൾ അവരുറങ്ങട്ടെ, ഇങ്ങനൊരു സ്വഭാവം സാറിനുണ്ട്. അപ്പോൾ അത് അന്ന് എൻ്റെ പറഞ്ഞു, ഇങ്ങനെ പോണോ? ഞാൻ പറഞ്ഞു, വേണ്ട സാർ, ഞാൻ ഇവിടെ കിടന്നോളാം. എന്നാൽ കഞ്ഞി കുടിക്കാം. ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ ഞാൻ ആദ്യം ഒരാകത്തോട്ട് കയറിയപ്പം ഇത് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ. അപ്പം അന്ന് ചേച്ചി 2ാമത്തെ നിലയിലാണ് കിടക്കുന്നത് എല്ലാവരും. അപ്പോൾ സാറ് എന്നെ അവിടെ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് തന്നെ വിളമ്പി കഴിക്കുക എന്ന് പറഞ്ഞു. അതായത് സാറിൻ്റെ വീട്ടിൽ സാറിൻ്റെ ഡൈനിങ് ടേബിളിൽ താങ്കൾ വിളിച്ചിരുത്തുകയാണ്. അപ്പം ഞാനെന്ത് ചെയ്ത്
അദ്ദേഹത്തിൻ്റെ അടുത്തിരുന്ന് കഴിക്കണ ശരിയല്ലല്ലോ എന്ന് ഓർത്ത് ഞാൻ ഈ പ്ലേറ്റോടുകൂടി ഇങ്ങനെ എടുത്തു. എൻ്റെ കേട്ട് ഗോപി ഇതോടെ കൊണ്ടുപോകണേ. അല്ല ഞാൻ കഴിക്കാം സാറ് കഴിക്കും, ഞാൻ മാറി കഴിച്ചോളാം. അല്ല അങ്ങനെ പറഞ്ഞില്ല, ഞാൻ കഴിക്കാം സാറ് ആ അല്ല ഇത്രയും കസേര ഇടക്കില്ല, എന്നാലും ഇവിടെ കഴിക്കുക എന്ന്. അപ്പം ഞാൻ ഒതുങ്ങി. എന്നിട്ട് ഒരു കസേര 1-2 കസേര മാറിയായിരുന്നു. അത് കഴിഞ്ഞ് ശരി അന്നേരം സാറും അവിടെ നിന്ന് കഴിച്ചിട്ട് ഇറങ്ങി. താങ്കളൊരു 2 കസേര അപ്പുറത്തിരിപ്പുണ്ട്. അപ്പുറത്ത് ഇന്നത്തെ ഓഫീസ് റൂമാണ്. ആ ഓഫീസ് റൂമിൻ്റെ അവിടെ പോയി സാറെന്ത് ചെയ്ത് അതെനിക്ക് ഭയങ്കരമായിട്ടത് ഫീൽ ചെയ്തിട്ടുണ്ട്. എപ്പോഴും ഞാൻ ഓർക്കുന്ന കാര്യമാണ്. അവിടെ പോയി ഈ ഷീറ്റൊക്കെ വിരിക്കുന്നു. അപ്പം ഞാൻ ഓർത്തത് സാറിന് വേണ്ടി ആയിരിക്കും, അതുകൊണ്ടാണ് ഞാൻ നോക്കിയിരുന്നത്. ഈ എൻ്റെ ഷീറ്റൊക്കെ മടങ്ങിയിട്ട് ഞാൻ പിന്നെ അങ്ങോട്ടേ കയറിയില്ല, പുറത്തേക്ക് കിടന്ന ശേഷം കാറിൽ പോയി കിടക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ഫാന് സ്പീഡ് കൂട്ടിയിട്ട് ഈ സ്പീഡ് മതിയോ? MLA ചോദിക്കുകയാണ്. എൻ്റെ ഗോപി ഈ സ്പീഡ് മതിയോ, ഇല്ലെങ്കിൽ ഇങ്ങനെ കിടന്നോളൂ. അയ്യോ ഞാനൊരു സാറിന് വേണ്ടി എന്നാണ് ഞാൻ വിചാരിച്ചത്. അല്ല ഞാൻ ഇവിടെ പുറത്ത് കിടന്നോളാം. എന്തിനാ പുറത്ത് കിടക്കുന്നത്? ഇവിടെ കിടക്കുക. ഞാൻ മേളത്തല്ലേ കിടക്കുന്നത്, ഞാൻ വിളിച്ചോളാം രാവിലെ. പിന്നെ വെളുപ്പിന് ഞാൻ വേണാടി പോകും. ഈ അസമയത്ത് ഒന്നും വെളുപ്പിന് പോകും, ചിന്തിച്ചാലാണെന്നല്ല. പിന്നെ അവർ സാർ ഞാൻ അങ്ങോട്ട് വിടാം. അത് വേണ്ട, എനിക്ക് 5 മിനിറ്റ്. സാർ നല്ല സ്പീഡാണ് നടക്കാൻ. റെയിൽവേ സ്റ്റേഷനിൽ അങ്ങ് നടന്നു പോകും വെളുപ്പിൽ. നടന്നു പോകും. പലപ്പോഴും പോയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ വരാൻ താമസിക്കുമ്പോഴും പോയിട്ടുണ്ട്. നല്ല ദൂരമുണ്ട്. സാറ് നല്ല സ്പീഡാണ്. 2 കിലോമീറ്ററോളം ഉണ്ടത്. അപ്പം ചിലപ്പോഴൊക്കെ ഞാൻ പെട്ടെന്ന് ഉറങ്ങി കഴിച്ച് ആടി കഴിച്ച് പോകുമ്പം കണ്ണേറ്റ് ബുക്കിൻ്റെ അവിടെ കൊണ്ട് പിടിക്കും. അതായത് നിങ്ങൾ അവിടെ അന്ന് സാറിനെ വിളിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ ഞാൻ അങ്ങോട്ട് വിടാം. അല്ല അത് വേണ്ട, ഗോപി സമയമായിട്ട് പോയിട്ട് വന്നിട്ട് വാവയെ കൊണ്ട് ബാങ്കിലൊക്കെ പോയിട്ട് നോക്കിയാൽ മതി. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് സാറിന് നമുക്ക് അല്ലെങ്കിൽ അവിടെ കിടന്നോ അതാ റൂമെന്ന് പറഞ്ഞാലും മതി. അത് ചെയ്യാതെ ഷീറ്റും വിരിച്ച് ഫാനും സെറ്റ് ചെയ്ത് ഫാനും സ്പീഡ് ചെയ്ത് ഇതിൻ്റെ സ്പീഡ് മതിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയത്. അത് കഴിഞ്ഞ് പിന്നെ ഈ അനുഭവത്തിലുള്ള ഓരോ കാര്യങ്ങൾ പറയണമെങ്കിൽ മുമ്പോട്ട് ഞാൻ പറഞ്ഞ ഓലമേഞ്ഞ അത് നേരത്തെ പറഞ്ഞല്ലോ, അത് പറഞ്ഞോളൂ. ഇതുവരെ അവിടെ അവർക്ക് ചെന്നപ്പോൾ ഓല മേയുന്ന കാര്യം ഒരു സ്ത്രീ വന്ന് പറഞ്ഞു എൻ്റെ വീട് ഓല കെട്ടിയിട്ടില്ല. എവിടെ? പുതുപ്പള്ളി കോട്ടയത്ത്. പള്ളിക്കത്തോട് ഓല കെട്ടിയിട്ടില്ല, ഒന്ന് സഹായിച്ചെങ്കിൽ. അപ്പോൾ ഉടൻ ശിവരാമൻ നായർ എന്ന് പറഞ്ഞ PA വേറെ 2 കൂടിയെന്നവരും പറഞ്ഞു മഞ്ചണ്ടി ആളെ മനസ്സിലായ ഇതാണ് കഴിഞ്ഞ ആഴ്ച നമ്മളെ വണ്ടിക്കിട്ട് അടിച്ച പാർട്ടിയുടെ ഭാര്യ. അതായത് എതിർ പാർട്ടിയുടെ ആളാണ്. അതിൻ്റെ കൊടി മേളിൽ കെട്ടിയിട്ടാണ്. വലിയ പാർട്ടിക്കാരാണ്. അപ്പോൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഞാനിപ്പോൾ അവരെല്ലാം MLA അല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കേണ്ടത്. നമ്മളോട് ഒരാൾ സഹായം ചോദിക്കാൻ വന്നു, ഒത്തെങ്കിൽ സഹായിക്കുക, വേറെ എന്തിനാ? അവർക്ക് അവരുടെ സ്വാതന്ത്ര്യമല്ലേ, കൊടിയേത് കെട്ടാം, വണ്ടിയിലിടിക്കാം, ചവിട്ടാം. അതൊക്കെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, അത് ചെയ്യണം, ഇന്ന് തന്നെ ചെയ്യണം എന്ന് പറയണത്. പറഞ്ഞിട്ട് വിഷമിക്കണ്ട കേട്ടോ, 2 ദിവസത്തിൽ ചെയ്തിട്ടെങ്കിൽ എന്നാ ഒന്ന് പറയണം നിങ്ങൾ. അപ്പോൾ സാറെന്ത് ചെയ്യും, അടുത്തിരിക്കണ വല്ല പൈസ ഉള്ളവരെ നോക്കിയിട്ട് ഒന്നത് ശരിയായി കൊടുത്തേക്കാൻ പറയും. അതായത് ഈ കാണാൻ വന്ന കൂട്ടത്തിൽ ആരെങ്കിലും ഇച്ചിരി കാശുകാരന്മാരുണ്ടെങ്കിൽ ഒന്ന് നോക്കണം. വല്ല ഗൾഫുകാരൊക്കെ എല്ലാത്തിനും വരുമല്ലോ, വരുമ്പോൾ ഇങ്ങനെ നോക്കും. അപ്പം ശിവരാമൻ നേരെ ആദ്യമേ അങ്ങ് ഒളിക്കും. എന്നുവെച്ചാൽ ആദ്യം ഇദ്ദേഹത്തെ ഏർപ്പാട് ചെയ്യും. ശിവരാമൻ നേരെ ആരെന്നെങ്കിലും വാങ്ങിച്ച് ഇതുകൊണ്ട് പതുക്കെ അങ്ങ് മാറിയിരിക്കും. അപ്പം പെട്ടെന്ന് ഇങ്ങനെ നോക്കി ആരെങ്കിലും കിട്ടി അതൊന്ന് നിവർത്തിയുള്ള ഒരാളിനെ കൊണ്ട് നിവർത്തിയില്ലാത്ത ഒരാളെ സഹായിക്കുക, അതൊന്ന് നോക്കിക്കൊള്ളേ എന്ന് പറയും. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വന്ന് പറയുക കേട്ടോ എന്ന് പറയും. ഇതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല ഇങ്ങനെ ഉള്ള രീതി. അന്ന് ഇതേപോലെ പിന്നെ അത് കഴിഞ്ഞ് ധനകാര്യമന്ത്രിയായപ്പോൾ ഉള്ളൊരനുഭവം എനിക്ക് ഓർമ്മയുണ്ട്. നമ്മൾ മൂന്നാർ ഒരു ട്രിപ്പ് പോയി. മൂന്നാർ ഒഫീഷ്യൽ ട്രിപ്പാണ് അത്. ധനകാര്യമന്ത്രിയുടെ അന്ന് എസ്കോട്ടും ബാലൻസും ഒന്നുമില്ല, വഴി തെളിച്ച് പൊക്കോളാം. അപ്പോൾ അന്ന് അവിടെ പോയപ്പോൾ ഈ സാറിന് അതായത് മന്ത്രിക്ക് ഇതിടാനായിട്ട് ഹാരമൊക്കെ ഇടാനായിട്ട് ആളെ വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ തൊപ്പിയും വെച്ച്
പഴയ മറ്റേ വെള്ളത്തൊപ്പിയും കോട്ടും സൂട്ടൊക്കെ ഉണ്ട്, അന്നേ ഉണ്ട്. പതുക്കെ ഞാനിപ്പോൾ എവിടെയെങ്കിലും പോയി ആദ്യം ഒരങ്ങ് ഇരിക്കും, കാര്യം ഈ യാത്ര യാത്രയുടെ പിന്നെ റോളില്ലല്ലോ അതെ എന്ന് വിചാരിക്കും. അപ്പോൾ പെട്ടെന്ന് ഓടി 2-3 പെൺകുട്ടികൾ കയ്യിൽ നഗാരമൊക്കെ കൊണ്ട് എൻ്റെ തലയിൽ. അപ്പം സാറും കണ്ടു. അപ്പോൾ പെട്ടെന്ന് ഓടി സംഘാടകർ ഇത് ആർക്കൊണ്ടിട്ട് അദ്ദേഹത്തിനല്ലേ ഇടാൻ പറഞ്ഞേ. ആള് മാറിപ്പോയി. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ ഞാൻ വെള്ളയൊക്കെ ധരിച്ച് ഒരു ആരോ എന്നുള്ള തോന്നൽ, തൊപ്പിയൊക്കെ വെച്ചങ്ങ് നിൽക്കുകയാണ്. അത് സാർ വീട്ടിൽ നിന്ന് പറയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് ഗോപിക്ക് ഒരു സ്വീകരണം കിട്ടി, ആര്യോട് പറയാണ് പറയാം. അത് ഏത് ഇങ്ങനത്തെ ഇത് വന്നാലും ഒന്ന് പറയും. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് തിരിച്ചു വന്നപ്പോൾ ഇതേപോലെ ഇഷ്ടം പോലെ ആളങ്ങ് വണ്ടി കയറി. ഒരു നിവൃത്തിയില്ല, സാറൊന്നും ചോദിക്കുകയില്ല. അന്നൊരു ഏബ്രഹാം മേത്യു എന്ന് പറഞ്ഞ ഒരു ഗൺമാൻ ഉണ്ടായിരുന്നു. അല്ല, ഏബ്രഹാം എന്തില്ല, രവീന്ദ്രൻ എന്നായിരുന്നു, കൊല്ലം. അപ്പോൾ പുള്ളിയാണ് അന്നത്തെ ഗൺമാൻ. അപ്പോൾ പുള്ളിക്ക് സൈസും ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിക്ക് ഇരിക്കാനും പറ്റുന്നില്ല. അപ്പോൾ അങ്ങനെ പുറത്ത് നിന്നപ്പോൾ ഇതേ നമ്പർ അടിച്ചു. അത് കഴിഞ്ഞ് ഏകദേശം അങ്ങനെ കണക്കിന് ആളെ കയറി. പുതുപ്പള്ളിയിലെത്തിയപ്പോൾ മാത്രം ഒരാൾ മിച്ചം. ആർക്കും അറിയില്ല, ആരൊന്നും അറിയില്ല. അപ്പോൾ സാറ് വിചാരിച്ചു നമ്മളിലുള്ള ആരുമാണ്. ശിവരാം നായർക്കറിയില്ല, രവി സാറിനറിയില്ല. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഒന്ന് ഇരിക്കാൻ വേണ്ടി അവിടെ നിന്ന് കയറിയതാണ്. സ്ഥലം എം എൽ എയോടൊപ്പം യാത്ര ചെയ്യാനുള്ള കൊതി കൊണ്ട് കയറിയതാണ്. ഇവിടെ നിന്ന് മൂന്നാറൊന്നും ഒരു പരിചയമില്ല. അപ്പോൾ അദ്ദേഹം മൂന്നാറുകാരനായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മണ്ഡലം പോലും ആയിരിക്കില്ല, വെറുതെ ഒരു കാർ യാത്ര. അദ്ദേഹത്തിനോട് യാത്ര എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് കയറുക. ഇവർക്ക് ദേഷ്യം വരെ ആയിരിക്കുമോ? നേരെ സാറിൻ്റെ മുമ്പ് ചൂടായ സാറ് ശരിയാക്കും. അപ്പോൾ ഇനിയിപ്പോൾ എങ്ങോട്ട് പോകണം? എനിക്ക് ഇനി അങ്ങ് പോയാൽ മതി, തിരിച്ച് മൂന്നാർ പോകണം. അപ്പോൾ സാറ് ചോദിച്ചപ്പം പൈസയൊന്നുമില്ല. അല്ല, ഉണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് കിട്ടണം. അപ്പം എൻ്റെ ശിവരാമൻ നേരെ പറഞ്ഞു, പൈസയൊന്നുമില്ലേ, നടന്നങ്ങ് പോയാൽ മതി. എന്താ ശിവരാമൻ നേരം. അപ്പം രവി സാറിന് പറഞ്ഞു, രവി ആരെങ്കിലും ഒന്ന് അതിനെ ഉടമ്പുന്നെ ഉള്ളതിനെയൊക്കെ എടുത്ത് കയറ്റി അങ്ങോട്ടങ്ങ് വിടുകയും ചെയ്തു. അപ്പോൾ സാധാരണ ഇതിലിങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മാറി കയറിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും സ്ഥിതി എന്ന് ഞാൻ അപ്പോഴും ചിന്തിച്ചു. അത് ആര് കയറി വന്നാലും ഇതൊക്കെ തന്നെ. ഇത് തന്നെയാണ് അവസ്ഥ. പാർട്ടിക്കാരും ആകണമെന്നൊന്നും ഇല്ല. ആവണമെന്നൊന്നുമില്ല. റോഡിൽ ഇപ്പം ആരെന്ത് എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി വന്നാൽ തന്നെ ഭയങ്കര ക്ഷമയാണ്. അന്ന് ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെ ഞാൻ സാറിന് പറഞ്ഞു തോന്നി, ഈ ശ്രീകാര്യത്ത് വെച്ചുള്ള യൂണിവേഴ്സിറ്റി ക്യാമ്പസ് മാറുന്നതിന് വേണ്ടിയുള്ള ഇഷ്യൂ വന്നപ്പോൾ അവരുടെ സമരത്തിന് വേണ്ടി അവിടെ ഉണ്ടായി. തിരിച്ച് സെക്രട്ടേറിയറ്റ് നടയിലും കൂടി. അതായത് ഇദ്ദേഹത്തിൻ്റെ ധനമന്ത്രിയുടെ കാർ തടയുക. അപ്പം സാർ പറഞ്ഞു, നിർത്തുന്നു. അന്ന് പിന്നെ ഈ എബ്രഹാം മേത്തുന്ന ഒരാളാണ് അന്ന് ഗവൺമെൻറ്. വേണ്ട വിട്. എന്താ പിന്നെ കുഞ്ഞെന്ന പുള്ളിയെ സാറ് വിളിക്കുന്നത്, നിർത്ത. അവരയ്യടാന്നായിപ്പോയി. അവർ കാര്യം സാറ് പേടിച്ചങ്ങ് പോവും എന്നുള്ളതിൽ ഇറങ്ങിയപ്പോൾ എന്താ പ്രശ്നം പറയും. പ്രതിഷേധക്കാരോട് ചോദിക്കുക, എന്താ നിങ്ങൾക്ക് പ്രശ്നം, എന്താ പ്രശ്നം പറയും. അല്ലെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് ഓഫീസിലോട്ട് വരും, അതെ ഇല്ലെങ്കിൽ പറയും. ഇവർക്ക് എന്ത് പറയണമെന്ന് അറിയാൻ വയ്യാതായിപ്പോയി. അവരൊരു ചമ്മിപ്പോയി, പ്രതിഷേധം നടത്തിയൊരു ചമ്മിപ്പോയി. അപ്പോൾ തിരിച്ച് ഇതൊക്കെ ഒന്ന് വീട്ടിൽ വന്ന് ഈ ഗവൺമെൻറ് ചേച്ചിയുടെ നല്ല അടുപ്പമുള്ള അവിടെ പാമ്പാടിക്കാർ ഗൂഗിൾ വന്നിട്ട് ബാലകൃഷ്ണനായിരുന്നല്ലേ കയറ്റി ഇറക്കിയെന്ന്. അപ്പം സാർ കേൾക്കുന്നില്ല. അപ്പം ചേച്ചി മനസ്സിൽ അങ്ങനെയൊക്കെ ചിന്തിക്കാമോ, അല്ല പറയണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ്, അങ്ങനെയാണെങ്കിൽ എനിക്ക് കയറ്റി ഇറക്കാൻ ലൈസൻസ് ഇല്ല. സാറിൻ്റെ ഒരു തോക്ക് എന്തുണ്ടല്ലോ, അതെവിടെ? അപ്പം ചേച്ചി പറയും, പിന്നെ ഇത് രാധാകൃഷ്ണൻ, അത് ബാലകൃഷ്ണനല്ല ഗോപിയാ. ഇപ്പം മനസ്സിലായല്ലോ, ആള് മാറിപ്പോയി. പിന്നെ അന്ന് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യം ഞാൻ പറഞ്ഞൊന്നും അറിയില്ല. താങ്കൾ ശരിക്കും വരുന്ന സമയത്ത് ചാണ്ടി ഉമ്മൻ ജനിച്ചിട്ടേ ഉള്ളൂ അല്ലേ? ആ പ്രായത്തിലല്ലേ എത്തുന്നത്? ഞാൻ വരുമ്പോൾ 2 മാസം എന്തോ കഴിഞ്ഞാണ് ബർത്ത്ഡേ.
അതെനിക്ക് ഫസ്റ്റ് ബർത്ത്ഡേ ബർത്ത്ഡേ. തൊട്ട് താഴത്തെ വീട്ടിൽ നിന്നാണ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ. ആദ്യം അവിടെ കസിൻ സാറായിട്ട് താമസിച്ചത് വാടാക്കിയിട്ട്. അപ്പോൾ അന്ന് ട്രിവാൻഡ്രത്ത് വീടുണ്ട് സാറിന് അന്നുണ്ട്. അന്ന് ചേച്ചി ലോൺ എന്തൊക്കെ എടുത്ത ബാങ്ക് ജോലിയുള്ള സമയത്ത് വാങ്ങിച്ചതായിരുന്നു. അപ്പം അന്ന് സാറിൻ്റെ മകൻ അതൊക്കെ നല്ലൊരു വിറ്റാണ്. ഞാൻ ഇപ്പോഴും ചിലപ്പോഴും ഓർമ്മിക്കും. ഇവരെയൊക്കെ എടുത്തുകൊണ്ട് നടന്ന ആളാണ്. അയ്യോ എടുത്തെന്ന് പറഞ്ഞാൽ അന്ന് ഈ ലേള സ്കൂളിലാണ് ശ്രീകാര്യം. അപ്പോൾ പഠിക്കുന്ന അവിടെയാണ്. അവിടെയാണ്. മറ്റേ രണ്ടുപേരും സെൻറ് തോമസ്. അല്ല, ഞാൻ ചെല്ലുമ്പം കാർമൽ സ്കൂളിൽ, അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മാറിയപ്പോഴാണ് അങ്ങോട്ട് സെൻറ് തോമസ് ആയി. അപ്പം ഇവിടെ ആകുമ്പോൾ കാറ് കൊണ്ടുപോയി പെട്ടെന്ന് തിരിച്ചു വരും. ഒരു കാറിലേ ഉള്ളൂ. ഈ കുട്ടികളെയൊക്കെ കൊണ്ടുപോകുന്നൊക്കെ ഞാനും മറ്റേ ഡ്രൈവറും മാറി നമ്മൾ ഒരാഴ്ച ഡ്യൂട്ടി, ഒരാഴ്ച സ്റ്റേറ്റ് വണ്ടി, ഒരാഴ്ച വീട്ടിലെ വണ്ടി. ഓ, അങ്ങനെ ഷിഫ്റ്റാണ്. അത് ഈ മന്ത്രിസ്ഥാനം വന്ന ശേഷം. അതിന് മുമ്പ് അങ്ങനെ ആയിരുന്നു. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മളെ കാത്ത് ചേച്ചി സാറും നിൽക്കും. ഇവരെ കൊണ്ട് വിട്ടിട്ട് വേണം വരാൻ. അപ്പോൾ ഇവർ പോകുമ്പം ഈ എന്താ പറയുക, കൊച്ചുകുട്ടികളല്ലേ, പോണ വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ തന്നെ ശീലിച്ചിട്ടുള്ള. അപ്പോൾ ചാണ്ടി മോനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഏത്തയ്ക്കപ്പോൾ കഴിയുടെ ഏർപ്പാടാണ്. അതിന് ഞാൻ 5 സ്റ്റാർ ഹോട്ടൽ എന്നാണ് പറയണം. അവനെ 5 സ്റ്റാർ ഹോട്ടൽ അവരെ അങ്ങനെ വരുന്ന വഴിക്കായാലും പോണ വഴിക്കായാലും ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇതുണ്ട്. അപ്പോൾ അവിടെ 5 സ്റ്റാർ ഹോട്ടലിൽ ഇറങ്ങിയിട്ട് ഏത്തയ്ക്കപ്പം വേണം. ഈ 5 സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുന്നത് തട്ടുകടയാണോ? തട്ടുകട. അപ്പോൾ പറയും എനിക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ ഇറങ്ങണം. ഇറങ്ങാം. അപ്പോൾ ഇറങ്ങിയിട്ട് കഴിക്കണത് എന്താണ്? പുറത്തിരിക്കണത് കഴിക്കും, അകത്തിരിക്കണത് എനിക്ക്. അതായത് ഒരു പഴംപൊരി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പുറത്തുള്ള എല്ലാം കഴിക്കും, അകത്തിരിക്കണ കളയാൻ പോകുമ്പോൾ ഞാൻ കയറി പിടിച്ചോളും. അപ്പോൾ അതങ്ങനെ തുടർന്ന് പോകുമ്പോഴാണ് ഈ 3 പിള്ളേർ ഇങ്ങനെ തന്നെയായിരുന്നു, അതോ ചാണ്ടിമൻ്റെ കാര്യം മാത്രമാണോ? ചാണ്ടിമാൻ മറ്റവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്താൽ മുട്ടായോ സന്തോഷം. ഇങ്ങോട്ട് നിർബന്ധിക്കൊന്നുമില്ല. അപ്പോൾ ഈ സമയത്ത് ഒരിക്കൽ അവിടെ കൈനോട്ടക്കാരൻ വീട്ടിൽ. അപ്പം ഞാനും അന്നൊരു ഉമ്മൻ മാത്യു സാറും ഉണ്ട്, ഒരു ഗൺമാൻ. പുള്ളി അന്ന് കാല് ഇതായിട്ട് വയ്യാതെ അവിടെ ഇരിക്കുന്നു. അപ്പോൾ ഒന്ന് ഈ കൈനോട്ട്. അപ്പോൾ ഞാൻ സാറെ ചാണ്ടിമാനെ കൂടെ ഒന്ന് കാണിച്ചാലോ? അപ്പോൾ ഞാൻ പിടിച്ചുകൊണ്ട് വെച്ച് അന്ന് പൊടിയെന്ന് മാത്രമല്ല, ഞാൻ പറയും മോനെ കൈ നോക്കാനുള്ള സൈസൊന്നും ആയില്ല. അതുപോലെ ഞാൻ പറയും മോനെ കല്യാണം, അന്ന് 2 കല്യാണം കഴിക്കുമെന്ന് ഞാൻ പറയും. കല്യാണം ഒരു പ്രശ്നമാവും. കാര്യം അന്ന് സ്റ്റൂൾ, കൈനോട്ടക്കാരൻ പറയുന്നത് ചാണ്ടി ഉമ്മ 2 കല്യാണം കഴിക്കും. അടിപൊളി. അപ്പോൾ ഞാൻ പറഞ്ഞു കല്യാണം ഒരു പ്രശ്നമാകും. കാര്യം അന്ന് എനിക്ക് തോന്നി ചേച്ചിയെ പോലത്തെ ഹൈറ്റ് വരുമെന്ന് അന്നത്തെ ലുക്കിൽ. ഞാൻ മോനെ പേടിക്കാനൊന്നുമില്ല, ഒരു കസേര വല്ലതും എടുത്തിട്ട് എൻ്റെ മേലിൽ കയറി കെട്ടാം. അപ്പോൾ അന്നൊക്കെ ഇങ്ങനെ എന്നെ നുള്ളേപ്പിച്ച് അടിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ 2 കല്യാണം കഴിക്കും. ഇതെൻ്റെ മനസ്സിരുന്നു. ലേള സ്കൂളിൽ പോയി കഴിഞ്ഞാൽ വിട്ട് കഴിഞ്ഞാൽ നേരെ കപ്പയ്ക്ക് ഇളക്കാൻ പോകുമ്പോൾ അങ്ങ് എവിടെയെങ്കിലും കറങ്ങി നിറച്ച് മണ്ണും പൊടിയാറ്റ് കരയും വരും. ഒരു വിധത്തിൽ വരില്ല. വിളിച്ച 1 മിനിറ്റ് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് നിൽക്കും. ഈ സമയം മറ്റേ 2 പേരെ വിളിക്കണം. അത് കഴിഞ്ഞ് ചേച്ചിയെ വിളിക്കണം. അത് കണക്കിന് സാറ് അവിടെ നിൽക്കും. സാറിന് വണ്ടി പോവാൻ. അപ്പോൾ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ കാണിക്കും. ഈ 2 കാണിച്ച ഓടി അടുത്ത് വരും. എന്താണ് 2 കല്യാണം. അപ്പോൾ ഓടി പറയണേ നോക്കിക്കോ. അല്ല പോണ്ടേ, ആരുടെയും പറഞ്ഞോ? നമ്മനില്ല. അതങ്ങനെ പറഞ്ഞു. അപ്പോൾ പിന്നെ പോവാല്ലേ. പിന്നെ ഇതായിരുന്നു എനിക്ക് 2 കല്യാണം. ഇത് പറഞ്ഞ് വരട്ടെ, കാറ് കയറ്റും. കൊള്ളാം. ഇനി അടുത്ത് ഇദ്ദേഹത്തിൻ്റെ ഇപ്പം ഉമ്മൻചാണ്ടി സാറിനോടൊപ്പമുള്ള ഈ യാത്രകൾ, താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു രാവിലെ അങ്ങ് പോകും, വൈകിട്ട് എത്തിയാലെത്തി. ഈ ദീർഘദൂര യാത്രകൾ എത്ര ദൂരം അദ്ദേഹത്തെ കൊണ്ട് പോയിട്ടുണ്ട്? സാറ് ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് സമയത്താണ് ഏറ്റവും കൂടുതൽ ലോങ് ഓടിയിട്ടുള്ളത്. കാസർഗോഡും, അതായത് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് പുറപ്പെടുന്നു. ഒരു ദിവസം ഏറ്റവും കൂടിയ യാത്ര എത്ര ദൂരം വരെ അദ്ദേഹത്തെ കൊണ്ടുപോയി? ഒരു ദിവസം ഏറ്റവും കൂടിയ യാത്ര എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇവിടെ നേരെ കുറ്റാലം അന്ന് സംഘടനാ തിരഞ്ഞെടുപ്പ് സമയമാണ്. ശ്രീവല്ലിപുത്തൂരുള്ള ഒരു കുപ്പുസ്വാമിയാണ് ടി എസ്റ്റേറ്റിൻ്റെ നേതാവ്. കുപ്പുസ്വാമി ലീഡറുടെ കൂട്ടത്താണ്, കരുണാനിധി സാറിൻ്റെ കൂട്ടത്താണ്. അപ്പം ഈ AK മണി നമ്മുടെ അല്ല AK മണി അപ്പുറത്ത് തന്നെ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന്
ഇതാക്കണം. സാറാണ് ഇതെല്ലാം ഓടി നടന്ന് ചെയ്യുന്ന അത്രേ. ശ്രീവില്ലിപുത്തൂർ വരെ യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ നേരെ അവിടെ നിന്ന് നേരെ ശ്രീവില്ലിപുത്തൂർ അവിടെ ഇവിടെയൊക്കെ പോയി കൊഴിഞ്ഞാമ്പാറ ഒത്തിരി പ്രോഗ്രാം കാണാം. അന്നെല്ലാം ഗ്രൂപ്പ് യോഗങ്ങളാണ് കൂടുതലും ഈ സംഘടനാ തിരഞ്ഞെടുപ്പ് സമയം. അത് കഴിഞ്ഞ് നേരെ 2-3 ദിവസമായപ്പോൾ എനിക്ക് പിന്നെ ജലദോഷമൊക്കെ അങ്ങായി. അപ്പോൾ ഞാൻ വൈകുന്നേരം ആകുമ്പോൾ തൊപ്പിയെടുത്ത് അങ്ങ് മാറ്റും. അപ്പം ഗവൺമെൻ അന്നൊരു അശോകൻ അങ്ങനെ ആരും അപ്പോൾ പറഞ്ഞു, സാറ് ഇത് തൊപ്പി എഴുതി പോകണം, ഒരു ആണിയെടുത്ത് അങ്ങ് അടിച്ചത് ഡിസ്റ്റർബ് ചെയ്യാതെ ഗോപി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ വൈകുന്നേരം ആകുമ്പോൾ തൊപ്പിയൊക്കെ എടുത്തു വയ്ക്കും. എന്നാൽ ചാണ്ടിമോനും കൂടെ വണ്ടിയിലുണ്ടാകില്ല, ഈ തൊപ്പി എടുത്ത് അദ്ദേഹം വെച്ചോളൂ. പണി കുറഞ്ഞു പറയും അത് പകലായും ശരി. ഇതേ ഈ പണ്ട് കാലം എന്ന് പറയുമ്പോൾ ഈ പറയുന്ന കാലത്തൊക്കെ ഈ അംബാസഡർ കാറിലാണ് ഇത്ര യാത്രാ സൗകര്യങ്ങളോ സുഖ സൗകര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഭയങ്കര ഹെക്ടിക് അല്ലേ. കയറുമ്പോഴേ വെറുക്കാൻ തുടങ്ങും. സാറ് AC വണ്ടി എടുക്കുകയില്ല, എടുക്കൂല. ടൂറിസത്തിൽ നിന്ന് നമുക്ക് എന്തും തരും, പക്ഷെ എടുക്കൂല. അന്ന് AC വണ്ടിയൊക്കെ ഉണ്ട്, പക്ഷെ സാർ എടുക്കത്തില്ല. എടുക്കില്ല. നിങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ സാറേ ഒരു AC വണ്ടിയൊക്കെ എടുത്തൂടെ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു മറുപടി? എന്തായാലും അപ്പം സാറ് പറയും, നല്ല കാറ്റ് ഫ്രഷ് പുറത്തുനിന്ന് വരണല്ലേ, ഗ്ലാസ്സൊക്കെ അങ്ങ് താഴ്ത്തിയിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് കിട്ടും. അത് ശരിയാണ് എന്ന് പറഞ്ഞാലും പറഞ്ഞത് അവിടെ നേരെ ഇത്രയും ലോങ് എല്ലാം ഓടി 1-2 ദിവസം കൊണ്ടാണ് എല്ലാം കറങ്ങി വീട്ടിൽ എത്താതെ അന്ന് ഇതേപോലെ ഒരിടത്ത് എത്തിയപ്പോൾ സാറിൻ്റെ ഈ ഡ്രസ്സ് അങ്ങ് തീർന്നു. ഒരു ദിവസം ഇടും. അപ്പോൾ പറഞ്ഞു ഒരു ഡ്രസ്സ് ഒരു ദിവസം. അപ്പോൾ സാറിന് അന്നെല്ലാം നോക്കുന്ന പോലീസ് സാറല്ല, ഈ ഗവൺമെൻറ്മാരല്ല, ഡ്രൈവറാണ്. ഇവിടെ നിന്ന് പോകുമ്പോഴും ഡ്രൈവർ കയ്യിൽ ചേച്ചി പൈസ തരും. എന്നുവെച്ചാൽ സാർ ഇത്ര ദിവസം അത് കണക്കിന് നീ തരും. വരുമ്പോൾ നമ്മൾ അപ്പോൾ അങ്ങനെ അവിടുത്തെ വല്ല ഒരിടത്തുമ്പോൾ ഈ അവരുടെ അക്കൗണ്ടിൽ നിന്നും കഴിക്കില്ല. അതിനൊന്നും സാറിന് ഇഷ്ടമല്ല. അതിനൊരു ഫണ്ടുണ്ട്. അതിന് ഫണ്ട് സാറിൻ്റെ ഞാനും കഴിക്കുന്നത് സാറിൻ്റെ അക്കൗണ്ടിൽ തന്നെ കഴിക്കുന്നത്. അങ്ങനെ കഴിച്ച് ബാക്കിയുള്ളവനെ കൊണ്ടുകൊടുക്കും. അങ്ങനെ ഒരിക്കൽ ഇതുവരെ പോയി വരുന്ന സമയത്ത് ഈ ഡ്രസ്സ് അങ്ങ് മുഷിഞ്ഞു. അല്ല തീർന്നു. സ്റ്റോക്ക് ഉണ്ടായിരുന്ന തീർന്നു. കാര്യം നമ്മൾ കുറച്ച് വിചാരിച്ചാൽ നീണ്ടുപോയി. ഞാൻ പറഞ്ഞ് അപ്പോൾ ഒരിക്കൽ എടുത്തപ്പോൾ ഈ ഡ്രസ്സ് തീർന്നു. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ ചുരുട്ടി കൂട്ടി വണ്ടിയിൽ ഇട്ടേക്കും. മുഷിഞ്ഞെല്ലാം ചുരുട്ടി ഇട്ടേക്കും. അപ്പം 2 ദിവസം കൂടെ വേണ്ടി വരും. അത് നോക്കട്ടെ സാർ, അതിവിടെ എവിടെയെങ്കിലും എങ്ങനെയാണെന്ന് ഞാൻ നോക്കാം. ഞാനന്ന് യൂണിഫോമെല്ലാം നനയ്ക്കുന്നത് നമുക്ക് റെസ്റ്റ് നേരെ കിട്ടിയാലേ നമുക്ക് വീട്ടിൽ പോയി നനയ്ക്കാൻ പറ്റും. ഓട്ടം അത്രയുള്ള ഓട്ടമാണ്. അപ്പോൾ ഞാൻ നനച്ചിട്ട് ഫാനിൽ കെട്ടിയിട്ടാണ് ഉണക്കുന്നത്. ടെക്നോളജി. അപ്പം സാറിൻ്റെ മുണ്ടും ഷർട്ടും എല്ലാം കൂടെ ഇതേപോലെ ഒരുക്കാൻ അത്യാവശ്യത്തിന് ഞാനന്ന് ചെയ്തു. രാവിലെ വന്ന് ഞാൻ അയൺ ബോക്സ് കൊണ്ടുപോകും. എന്നിട്ട് തേച്ച് മടക്കി ഇന്നലെ തീർന്നിത്. ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ഉണക്കുന്ന അതേപോലെ ഒന്ന് ചെയ്തു. അപ്പം ഇതൊക്കെ സാർ ഇങ്ങനെ പുള്ളിക്ക് അയൺ ചെയ്തിടുന്ന പരിപാടി ഒന്നും ഉണ്ടോ? ഇല്ല, ഞാൻ ചെയ്തു വെച്ചു. അങ്ങനെ അതൊന്നൊരു വിഷയമല്ല. അതിലൊന്നും ഒരു നിർബന്ധം. പക്ഷെ ഞാൻ തേക്കും കൊടുത്ത് സ്വന്തമായിട്ട് ഈ ഫാനിലെ ടെക്നോളജി ഉപയോഗിച്ച് ഹാപ്പിയായി. അതെ, അന്ന് ഇതേപോലെ കറങ്ങി എനിക്ക് ജലദോഷമൊക്കെ ആയി. എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് എത്തിയാൽ മതി എന്നുള്ള രീതിക്ക് തിരുവനന്തപുരത്തേക്ക് എന്നുള്ള യാത്രയിൽ നമ്മൾ എല്ലാം കഴിഞ്ഞ് തൃപ്പൂണിത്തറയെത്തി. വൈക്കം എത്തിയപ്പോഴാണ് കുഞ്ഞമ്പു MLA മരിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ട്. അന്ന് ഈ ഇതില്ലല്ലോ, മറ്റേ മൊബൈലൊന്നും ഒന്നുമില്ല. അതെ. കെ ബാബു സാറ് ആരോടെന്ന് തോന്നുന്നു അവിടെ കാത്ത് നിന്ന് പറഞ്ഞു ഇങ്ങനെയാണ് സംഭവം. പോയേ പറ്റൂ. അപ്പോൾ സാറ് കേട്ട് ഗോപി എന്നെ ഒന്ന് സാറിന് എൻ്റെ കണ്ടീഷൻ മനസ്സിലായി. എറണാകുളം വരെ കൊണ്ടുവിടാൻ പറ്റുമോ? അങ്ങനെ കൊണ്ടുവിടുന്നല്ല, അങ്ങനെ കൊണ്ടുവിടാൻ പറ്റുമോ? അതെല്ലാവരോടും അങ്ങനെ തന്നെ. എല്ലാവരോടും അത് ഏതൊരു ഉദ്യോഗസ്ഥരാണ് അങ്ങനെ തന്നെ. എന്നിട്ട് എന്താ പറഞ്ഞു? താങ്കൾ എന്ത് പറഞ്ഞു? അപ്പം ഞാൻ പറഞ്ഞ പോവാം സാർ. എനിക്ക് വയ്യല്ലേ? ഇല്ല സാർ എനിക്ക് കുഴപ്പം. ഞാൻ അങ്ങനെ പറയില്ല ഒരിക്കലും. വിശന്നാലും പറയില്ല. വിശപ്പിലോട്ട് നമുക്ക് വരാം. ഈ ഒരു വിഷയം പറയൂ. അപ്പം ഇത് കഴിഞ്ഞ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ കാണാം
ഈ വണ്ടിയിൽ കൂടെ വരാൻ വേണ്ടി VM സുധീരൻ സാറ്, പിന്നെ ബാബു സാറ്, ബെന്നി ബേനൻ സാർ, സകല സാറന്മാർ ഈ വണ്ടി കയറാൻ നിൽക്കുകയാണ്. നിൽക്കുകയാണ്. ഇവിടെ നിന്ന് വരുമെന്ന് അറിയാം, അത് ഈ മരണം വീട്ടിൽ പോകാൻ. മരണവട്ടി പോകാൻ. അപ്പോൾ എറണാകുളത്ത് ജങ്കാറിൽ കയറ്റി, ഞാറയ്ക്കലാണല്ലോ അദ്ദേഹത്തിൻ്റെ മണ്ഡലം, അവിടെ പോയി വേണം പോകാൻ. അപ്പോൾ എറണാകുളത്തെത്തി, ശരി അപ്പോൾ ഗോപി റെസ്റ്റ് എടുത്തോളൂ കേട്ടോ, ഞാൻ നാളെ കഴിഞ്ഞേ വരും. അപ്പോൾ ഇവിടെ റൂം എല്ലാം നമുക്ക് റൂമൊക്കെ നോക്കിയിട്ട് സാറ് പോകും, പ്രത്യേകം പറയും, അതൊക്കെ ഏർപ്പാട് ചെയ്തേ പോകും. അപ്പോൾ കുറച്ച് സാറ് ഓടി ഇങ്ങനെ അടുത്തോട്ട് എന്ന് പറഞ്ഞു, കുറേ നേരം ഇങ്ങനെയൊക്കെ പോയി. പിന്നെ സ്വല്പ ദൂരം ഓടിക്കുമ്പം രാത്രിയാവും. അപ്പോൾ അല്ല, അപ്പം അത്രയും ദൂരം ഗോപി ഓടിക്കാൻ രാത്രിയാകുമ്പോൾ ഞാൻ ഓടിക്കാൻ. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് അടിപൊളി. അല്ല, അവിടുന്ന് രാത്രി ട്രിവാൻഡ്രത്തേക്ക് വരാനാണോ? അല്ല അല്ല, പിന്നെ അതാണ് ഞാൻ എൻ്റെ ഏറ്റവും വലിയ ഓട്ടം എന്ന് പറയുന്നത്. നേരെ കണ്ണൂർ പോകണം. ഈ മരണ വീട്ടിൽ പോയതിന് ശേഷം പിന്നെ രാത്രി ഓടിച്ച് കണ്ണൂർ മരണ വീട്ടിലല്ല, ഇദ്ദേഹത്തിൻ്റെ ബോഡി ട്രിവാൻഡ്രത്ത് നാട്ടിയാണ് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. ഓഹോ. അപ്പോൾ അവിടെ നിന്ന് സാറും കൂടെ അത് കയറി ഞാറയ്ക്കൽ മണ്ഡലം. ഓക്കെ. മണ്ഡലത്തിൽ വെക്കുന്നുണ്ട്, ബോഡി പൊതുദർശനമുണ്ട്. വെച്ചില്ല വെച്ചോന്ന് ഓർമ്മയില്ല, അങ്ങനെ പാസ് ചെയ്ത് പോയി. ഓക്കെ. അവിടെ പോയതെല്ലാം വളരെ പതുക്കെ. കണ്ണൂർ അദ്ദേഹത്തിൻ്റെ നാട്ടിൽ പോകണം, അവിടെയാണ് അടക്കേണ്ടത്. അപ്പോൾ സാറ് പറഞ്ഞു, എൻ്റെ പറഞ്ഞ അവിടം വരെ കൊണ്ടുവിട്ടാൽ മതി എന്നല്ലേ പറഞ്ഞേ. അതുകൊണ്ട് സാർ ഇങ്ങനെ കൈ കഴിച്ച് ഇങ്ങനെ നിൽക്കാനടുത്ത്. അപ്പോൾ പിന്നെ കുറച്ച് നേരം ഒന്ന് ഗോപിയുടെ ഓടിക്കാമെങ്കിൽ ഞാൻ രാത്രിയാകുമ്പോൾ ഞാൻ ഒരു പിടി പിടിക്കാം. അല്ല സാർ, അല്ല ഇവിടെ വേറെ വണ്ടിയിലെല്ലാം ഫുൾ ഇതിൽ കയറാനല്ലേ ആൾ നിൽക്കുന്നത്. ഞാൻ അങ്ങനെ ആരെങ്കിലും കൂടെ പോകാമെന്നാണ് വിചാരിച്ച്. ഞാൻ പറഞ്ഞു, സാർ എനിക്ക് കുഴപ്പമില്ല, സാർ ഓടിക്കുകയും വേണ്ട, പോകണമെങ്കിൽ പോവാം, ഇല്ലേ ഞാൻ ഓടിച്ചോളാം, സാർ ഇരുന്നാൽ മതി. അല്ല അത് വേണ്ട അത് ഞാൻ ഓടിക്കും. ശരി സാർ, ഒന്ന് തർക്കിക്കാൻ നിന്നില്ല. അപ്പോൾ ജങ്കാറിൽ കയറ്റിയാണ് അന്ന് വണ്ടി കൊണ്ടുപോകാൻ. അക്കരെ പോയി. അത് കഴിഞ്ഞ് വണ്ടി നമുക്ക് നല്ല ഇഷ്ടത്തിന് സ്പീഡാണ് പോയി, നമുക്ക് ഉറക്കമൊന്നും വരില്ല, നമ്മൾ ആ ഒരു നല്ല ടെൻഷൻ വരണം. ഇത് ബോഡിയല്ലേ, ഈ ബോഡി കൊണ്ട് പോകുമ്പോൾ എന്താണ്, പതുക്കെ പോകാവൂ, പതുക്കെയല്ലേ പോവും, ആൾക്കാർ കാണണ്ടേ. അങ്ങനെ ആ മണ്ഡലിൽ കൂടെ പോണ പോക്കില്ല. TH മുസ്തഫ സാറാണ് തൊട്ട് മുമ്പിൽ പോകണം. അദ്ദേഹം ഒന്ന് സിവിൽ സപ്ലൈ. നിങ്ങൾ ഈ മൃതദേഹത്തെ അനുഗമിച്ച് പോവുകയാണ്? അനുഗമിച്ചു. എല്ലാവരും സ്പീഡിൽ പോകാനും പറ്റില്ല. അപ്പോൾ അന്ന് എനിക്ക് വെറുപ്പിക്കലായി കാണുമല്ലോ ആകെ. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് വെറുപ്പിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും. ഭയങ്കര വിഷമമായി. അങ്ങനെ പോണവൽ TH മുസ്തഫ സാറ് പറയാവുന്നില്ല, അദ്ദേഹം അന്ന് വണ്ടിയിൽ മുമ്പിലിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ അന്ന് അകത്തുള്ള ലൈറ്റ് മുട്ടയ്ക്കും ഇദ്ദേഹത്തെ ആളുകൾ കാണാൻ. അപ്പോൾ ബോഡി കയറ്റി വണ്ടി മുമ്പ് പോയി. അപ്പോൾ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു ഡെഡ് ബോഡി ഇരുത്തി കൊണ്ടുപോകണം. ഇത് കേട്ടായിരുന്നു സുധീരൻ. പിന്നെ ഇത് കേട്ടോ, ഡെഡ് ബോഡി ഇരുത്തി കൊണ്ടുപോകണം. മനസ്സിലായി, ഇന്ന് ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. ഇദ്ദേഹം ഇരിക്കുകയല്ലേ. ഈ യാത്ര കണ്ണൂർ വരെ അങ്ങ് കണ്ടിന്യൂ ചെയ്തു. കണ്ണൂർ മുസ്തഫ സാറിന്റെ വണ്ടിയുടെ പുറകെ ഇല്ല പോയില്ല. പിന്നെ കുറേ കഴിഞ്ഞ് മുസ്തഫ സാർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനായിട്ട് വണ്ടി സ്ലോ ആകുമ്പോൾ കൊണ്ടുവരും, ഈ ഫ്രൂട്ട്സും. ഈ സാധാരണഗതിയിൽ യാത്രകളിൽ ഉമ്മൻചാണ്ടി സാറിനെ കുറിച്ച് കേട്ടിട്ടുള്ള, അദ്ദേഹത്തിന് ആഹാരമൊന്നും ഒരു ശീലമുള്ള ഒരു കാര്യമില്ല. ഡ്രൈവർമാരോട് എങ്ങനെയാണ് എന്താ പറയുന്നത്? എന്ന് വെച്ചാൽ ഡ്രൈവർമാരെ പ്രത്യേകം ശ്രദ്ധിക്കും. ഇപ്പം ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഇതുമാതിരി ഭക്ഷണമൊക്കെ ഉള്ള ചില വീടുകളിൽ ചെല്ലുമ്പോൾ നമ്മൾ വിചാരിക്കും ഇപ്പോൾ ഇവിടുന്ന് കഴിക്കാമെന്ന് കൈയും കഴിയിട്ടൊക്കെ നിൽക്കും. പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ചിലപ്പം പറയും ചെയ്യാം, നമുക്ക് അടുത്ത വീട്ടിൽ പോകുമ്പോൾ കഴിച്ചാൽ മതിയല്ലേ. നിങ്ങൾ ഒരു വീട്ടിൽ ചെന്ന് കൈ കഴുകി കഴിക്കാനുള്ള സെറ്റപ്പ് നിൽക്കുകയാണ്, ഇനി കഴിച്ചാൽ മതി. പക്ഷെ അടുത്ത വീട്ടിൽ പോയി കഴിക്കും. അപ്പോൾ ഓടി വരും, ഒരു പഴം എന്തെങ്കിലും കിട്ടുന്ന എടുത്തുകൊണ്ട് വരും, എൻ്റെ തരും. പുള്ളി തന്നെ എടുത്തോണ്ട് വരും. സാറിന് കൊടുക്കുന്ന ഏതെങ്കിലും അവിടെ നിന്ന് എടുത്തിട്ട് വരും. പുള്ളി തന്നെ എടുത്തിട്ട് വന്നിട്ട് ഗോപി ഇത് കഴിക്കുക. പിന്നെ നമുക്ക് അവിടെ അടുത്ത ഒരു പരിപാടിയുണ്ട്, അത് ചെന്നിട്ട് കഴിക്കാം. അപ്പോൾ ശിവരാമൻ നായർ ചിലപ്പം ചൂടാകും. അതങ്ങ് പോയി കഴിച്ചാൽ ഞാൻ ഇവിടെ നിന്ന് കഴിച്ചിട്ട് വരണമെന്നില്ല. പുള്ളിക്ക് ആ ബന്ധമുണ്ട്, വ്യക്തി ബന്ധമുണ്ട്. ഒന്നിച്ച് പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ല രസമായിരുന്നു. ക്യാരി ശിവരാമൻ നായർ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവും.
അതേപോലെ എവിടെയെങ്കിലും പോയിട്ട് പിന്നെ അന്ന് കിട്ടിയാൽ ഇടയ്ക്ക് ഡ്രൈവർമാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തിക്കൂ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയാണ്? അല്ല, അത് വണ്ടി നമുക്ക് വേണമെങ്കിൽ മാത്രമേ നിർത്തൂ ഡ്രൈവർക്ക്. ഓ, പുള്ളിക്ക് വേണ്ടിയിട്ടൊരു നിർത്തലില്ല? ഇല്ല 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 ഇല്ല, ഒരിക്കലും ഇല്ല. അപ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിക്കാനായിട്ട് നിർത്തിയിട്ട് നിങ്ങൾ പോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പുള്ളി എന്ത് ചെയ്യും? അങ്ങനെ അത് ഇറങ്ങണമെങ്കിലേ ഉള്ളൂ. നമ്മളെ കൂട്ടത്തിലുള്ള മറ്റേ ഡ്രൈവർ ബാലകൃഷ്ണൻ ഡ്രൈവർ, ഇതിനിടയ്ക്കിടെ ഈ പുക അടിക്കുന്ന ഏർപ്പാട്, ദമ്മടി പരിപാടി. എനിക്ക് പിന്നെ അതൊന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ആ കൂട്ടത്തിൽ മറ്റേ ഗവൺമെൻറ്റും മരിച്ചു മുൻമെത്തി എന്ന് പറഞ്ഞ. അപ്പോൾ പറയും ഗോപിയുടെ കൂടെ വന്ന മക്കാപ്പാടെ പ്രശ്നം, വഴിക്കൊന്ന് ഇറങ്ങാൻ ഒരു സാറ് പറഞ്ഞാൽ പോലും ഇറങ്ങത്തില്ല. തുടങ്ങിയ അവസാനം കണ്ടിട്ട് ഇറങ്ങും. ബാലകൃഷ്ണൻ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് പുള്ളി ഇത് വിളിക്കും. അത് വരുമ്പം പുള്ളിക്കാരനോട് പറയാത്ത താമസം, സാറ് എനിക്ക് എന്തെങ്കിലും കഴിച്ചേക്കാം. അപ്പോൾ സാറിന് എന്തെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു പൊതി വാങ്ങിയും കൊടുക്കും. വണ്ടി ഇരുന്ന് കഴിക്കും. കഴിക്കും. ഇന്നതൊന്നും വിഷയമൊന്നുമില്ല. എന്തെങ്കിലും ഈ മറ്റുള്ളവർ ഈ ദമ്മടിക്കാൻ നിർത്തുന്നതൊന്നും പുള്ളിക്ക് ഒരു പ്രശ്നമല്ല. അതറിയില്ല. അറിഞ്ഞാൽ സാറാവാതെ പ്രശ്നമില്ല, അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം. ഇല്ല, അതൊന്നും അറിയില്ലല്ലോ. വെളി ഇറങ്ങി ദൂരോട്ട് മാറിയ. അപ്പോൾ ഫാമിലിയായിട്ട് വന്നാലും സ്ഥിരം കൊട്ടാരക്കര എന്നൊരു ഹോട്ടലുണ്ടായിരുന്നു. അപ്പോൾ സാർ എവിടെയെങ്കിലും പോയിട്ട് ഇവരൊക്കെ ചിലപ്പം ഫാമിലി കോട്ടയം കാണും. അവരെയും കയറ്റി വരുന്ന വഴിക്ക് ഇവിടെ വരും. കൊട്ടാരക്കര എത്തുമ്പോൾ ചേച്ചിയൊക്കെ ആയിരിക്കും, ഇപ്പോൾ അവിടെ നിന്ന് കഴിക്കാമല്ലോ. അവിടെ എത്തുമ്പോൾ സാറ് ചോദിക്കും, ഗോപിക്ക് എന്തെങ്കിലും കഴിക്കണോ? എനിക്കൊന്നും വേണ്ട സാർ. പൊട്ട്. അവിടെ ഇറങ്ങൂല, വണ്ടിക്കകത്ത് അടിയാവും. ഇവർക്ക് ഫാമിലിക്ക് കഴിക്കണം. പിന്നെ ഗോപിയുടെ കൂടെ ഇങ്ങനെ ചേച്ചി തരും. സാറും കഴിക്കത്തില്ല, ഗോപിയും കഴിക്കത്തില്ല, നമ്മളെ കഴിക്കാൻ സമ്മതിക്കത്തില്ല. ആ ബാലകൃഷ്ണൻ വരം കൃത്യം മണി 12 അടിക്കുമ്പോൾ വണ്ടി നിർത്തും. അല്ല, 12 1 മണിക്ക് അവിടെ വെളുകി ഫുൾ ടൈം ഉള്ള ഒരു കടയായിരുന്നു. അതെല്ലാം ഞാൻ ഇങ്ങനെ മനസ്സിൽ പലപ്പോഴും ഓർക്കും. ചേട്ടനെ കുറിച്ച് കേട്ടിട്ടുള്ളത്, ഇപ്പം സാറിനോട് ഒരുപാട് ഡ്രൈവർമാരുണ്ട്, പക്ഷെ താങ്കളാണ് 10-38 വർഷം കണ്ടിന്യൂസ് ആയിട്ടുണ്ടായിരുന്നത്. ഒരിക്കൽ പോലും സാറിനെ ഇരുത്തിക്കൊണ്ട് താങ്കൾ ഓടിച്ച വാഹനം അപകടത്തിൽപ്പെട്ടിട്ടില്ല എന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു ഭാഗ്യം സിദ്ധിച്ച ഡ്രൈവർ അതവിടെ പറയും. സാറിൻ്റെ വീട്ടിൽ എല്ലാവരും പറയും, ചേച്ചിയും പറയും. ലാസ്റ്റ് ചാണ്ടി മോനും പറഞ്ഞു, ഇതുവരെ അപ്പയ്ക്ക് മനസ്സമാധാനമായിട്ട് ഓടാൻ ഞാൻ ചെന്നാലേ വണ്ടിയിൽ മനസ്സമാധാനമായിട്ട് ഉറങ്ങും. ഇല്ലെങ്കിൽ ഒരു തട്ട് എപ്പോഴെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ സാറ് കയറിയാൽ ഉറങ്ങണമെങ്കിലും ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഈ ശബ്ദം കേൾക്കും. അത് ഞാൻ ഉറങ്ങരുത്, ആയിരിക്കും ഇത് അടിച്ചുകൊണ്ടിരിക്കും. എന്നാൽ ഞാൻ ഓടിക്കുന്ന ഒരു ദിവസവും അങ്ങനെ പറയില്ല, ശബ്ദവുമില്ല. പിന്നെ അതായത് ഡ്രൈവർ സീറ്റിൽ ഗോപി ആണെങ്കിൽ ഉമ്മൻചാണ്ടി സ്വസ്ഥമായിട്ട് ഉറങ്ങും. ഉറങ്ങും. ഒരിക്കൽ ഇതേപോലെ ഒറ്റയ്ക്ക് അത് എവിടെ ഇങ്ങനെ പോയിട്ട് മന്ത്രിയാവുന്നതിന് മുമ്പ് രാജിച്ച ശേഷമാണെന്ന് തോന്നുന്നു. അപ്പോൾ സാറ് ബെഞ്ച് പോലത്തെ സീറ്റാണല്ലോ, പഴയ സീറ്റ്, പഴയ വണ്ടി. ഇപ്പോഴത്തെ വണ്ടിക്കാണ് ഇങ്ങനെ ബക്കറ്റ് സീറ്റാണ്. അന്ന് ഇങ്ങനെ തന്നെ കിടക്കും, സാറ് ചുരുട്ടാൻ കിടക്കും. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ നമ്മളിവിടെ പോയിട്ട് റെസ്റ്റ് ഹൗസിൽ ഇവിടെ കയറാൻ സമയത്ത് അവർ കാത്തിരിക്കുകയാണ്. വരും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുറച്ച് അവിടെ കൊണ്ട് നിർത്തി, സാർ വന്നില്ലേ? അയ്യോ, സാറത് ഇവിടെ ഇറങ്ങിപ്പോയി, നിർത്തിയതുമില്ല വണ്ടി. സാർ മിസ്സിംഗ് ആണ്. സാർ എവിടെ പോയി? അല്ല, സാറാണ് ഈ ഇടയ്ക്ക് വീണ് കിടക്കുന്നത്. സാർ അങ്ങനെ കിടന്നങ്ങ് ഉറങ്ങുകയാണ്. ഈ പഴയ അംബാസഡർ കാർ അതിൻ്റെ ഇടയ്ക്കായി അതിനിടയിൽ കിടന്നുറങ്ങും. പുള്ളി അറിയത്തില്ല, ഈ യാത്രയിൽ എപ്പോഴും വീണ് പോയതാണ്. വീണാൽ അങ്ങനെ കിടക്കും. അത് പല ദിവസമൊക്കെ പിന്നെ അങ്ങനെയൊക്കെ തന്നെ അവിടെ കിടക്കും. വീണാൽ ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പോട്ടെന്ന് പറയും. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളങ്ങ് പോകും, അവിടെ തന്നെ കിടക്കും. അവിടെ തന്നെ കിടന്നോളൂ. അപ്പം അന്ന് ഇതേപോലെ അദ്ദേഹം അത്തം വിട്ട്, ഷോ സാറിതാ ഇടയ്ക്ക്. നിങ്ങൾ എന്ത് ഡ്രൈവറാ ഉമ്മൻചാണ്ടി തറയിൽ കിടക്കുന്നത്? അപ്പം സാറ് സുഖമായിട്ട് ഉറങ്ങി കഴിക്കുമ്പോൾ കഴിച്ച് ഗോപി എത്തിയോ? അപ്പോൾ മാനേജർ അടുത്ത് ഇരിക്കുന്നത്, സാർ അദ്ദേഹം വരും. ഇടയ്ക്ക് കേട്ടിട്ടുള്ള ഒരു കാര്യം, ഇപ്പം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുടെ നോർത്ത് ബ്ലോക്കിലെ 3ാമത്തെ നിലയിൽ നിന്ന് പടപട മുഖ്യമന്ത്രി ഇറങ്ങി വരുമ്പോൾ ഒരു ആരവമാണ്, പോലീസുകാരെല്ലാം ചാടി എഴുന്നേക്കുന്നു, ഇന്നോവകൾ വരുന്നു, എല്ലാം ഒരു യുദ്ധസന്നാഹം ഒരുക്കുന്നത് പോലെയാണ്. ഇറങ്ങി വരുമ്പോൾ ഡ്രൈവറെ കാണാതെ അങ്ങനെയൊക്കെ പുള്ളി തപ്പിയതായിട്ടൊക്കെ കേട്ടിട്ടുണ്ട്. ശരിയോ? അത് ഞാൻ പറയാൻ വിട്ടു.
പല ദിവസവും മുഖ്യമന്ത്രിയായിരുന്നു അപ്പോൾ. ഉം. അതിന് മുമ്പൊക്കെ അങ്ങനെ പറ്റിയിട്ടുണ്ട്. ഇതെന്താ സംഭവിച്ചത്? ഇതൊരു വാർത്തയായി. വാർത്തയെന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി ഇറങ്ങുമ്പോൾ ഡ്രൈവറെ കാണാനില്ല. അത് ചുമ്മാ ഒരു കളിയാക്കാൻ വേണ്ടി ആർക്കെന്ന് പറഞ്ഞാൽ ആർക്ക് മനസ്സാക്ഷി പുള്ളി ഇങ്ങനെ തമാശ ഒക്കെ കിട്ടാൻ വേണ്ടി ചുമ്മാ മുഖ്യമന്ത്രി ഇറങ്ങുമ്പോൾ ഡ്രൈവറെ കാണാൻ. അപ്പോൾ ഒരിക്കൽ ഇതേപോലെ ഒന്ന് 2-3 പ്രാവശ്യം ആയപ്പോൾ ഒരു സാർ വന്ന് പറയും, ഗോപിയെ കൊണ്ട് ഒരു നിവർത്തിയില്ല, ഇറങ്ങുമ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ ചേച്ചി എന്നോട് ചോദിക്കും, ഞാൻ പറഞ്ഞു ചേച്ചി യഥാർത്ഥ സത്യം പറയണമെങ്കിലേ സാർ എന്നെ കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടതാണ്, ഒളിച്ച് ഞാൻ ഇല്ലാത്ത സമയം നോക്കി ഒളിച്ചിറങ്ങി പോയതാണ്. ഇതാണെന്ന് എനിക്കറിയാം. കുഞ്ഞാ ഗോപി ഇങ്ങനെയാ പറയണേ. ഇനിയൊരു കാര്യം, ഞാൻ ഗോപിയുടെ ടൈം ടേബിൾ അനുസരിച്ച് ഞാൻ അറേഞ്ച്, മുഖ്യമന്ത്രിയുടെ ഷെഡ്യൂള് ഗോപിക്ക് എപ്പോൾ ഫ്രീ ആകും ഉണ്ട് നല്ല കണക്ക് ഞാൻ അറേഞ്ച് ചെയ്യാം. നിങ്ങൾ നേരത്തെ വന്ന് പറയത്തില്ല ഇവിടെ CM ഇറങ്ങി റെഡി ആയിക്കോ വണ്ടി സ്റ്റാർട്ടായിക്കോ, അങ്ങനെയൊന്നുമില്ല? ആ ഏർപ്പാടേ ഇല്ല. ആ ലിഫ്റ്റിൻ്റെ അടുത്തൊക്കെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, എന്തെല്ലാം ദേഷ്യവും ബഹളങ്ങളും ഒക്കെയാണ് പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ഇറങ്ങി ചെന്നോടെ ലിഫ്റ്റ് കിട്ടില്ല. പുള്ളിക്ക് പിന്നെ ഇറങ്ങി വരുമെന്ന് പറഞ്ഞാൽ ഒരു കൃത്യതയില്ല. കാരണം അതിനിടയിൽ ലിഫ്റ്റിൽ വെച്ച് 2 പരാതി പരിഹരിക്കും. അതെ, അല്ലെ 2 ജീവമാണെങ്കിലും ഒപ്പിടും. അയ്യോ, ഇപ്പൊ പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം, സാറിൻ്റെ ചിന്തിക്കാൻ പോലും പറ്റില്ല. പപ്പ മരിച്ച് ഇങ്ങനെ കിടക്കുന്നു, സാറ് മൂത്ത മകനല്ലേ ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഇതിനിടയിൽ കൊണ്ടൊരു അപേക്ഷ. അപ്പോൾ അടുത്ത് നിന്നവർ ഞെട്ടിപ്പോയി. എന്താ അപ്പം മരിച്ച് കിടക്കുമ്പോൾ അവിടെ അപേക്ഷയും കൊണ്ടാൾ വരികയാണ് കൊണ്ടുവരുന്നത്. അപ്പം സാറത് സന്തോഷിച്ച് വാങ്ങുകയാണ് ചെയ്യും. അപ്പോൾ അടുത്തുനിന്നൊരു ദൂരം കുറച്ചെങ്കിലും ഒരു വിവരം വേണ്ടേ, സാമാന്യ മര്യാദ വേണ്ടേ? അപ്പോൾ ഇപ്പോഴാകുമ്പം ഫ്രീ ആയിട്ട് കൊടുക്കാം. 5 മിനിറ്റ് കഴിഞ്ഞാൽ പോയി. പോയി. അപ്പം എന്നെ പള്ളിയിലോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അതേപോലെ വെളുപ്പിന് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ പുതുപ്പള്ളിയിലൊക്കെ അവിടെ നിന്ന് പിന്നെ കഞ്ഞി കുടിച്ചിട്ട് നമ്മൾ അങ്ങോട്ടേക്കാണ് തിരിയുന്നത്. അവിടെ ഇതുപോലെ തന്നെ ചെല്ലുമ്പോഴായിരിക്കും 1 മണി 2 മണി. അതിവിടെ അങ്ങനെ തന്നെ 3 മണിയായാലും 4 മണിയായാലും ആരെങ്കിലും കാണും. അപ്പം നമ്മൾ ഹോണൊക്കെ അടിക്കാതെ പതുക്കെ മിണ്ടാതെ കയറി പൊക്കോട്ടെ എന്ന് കയറി ചെന്നാൽ എങ്ങനെയെങ്കിലും സാറ് കണ്ടുപിടിക്കും. അവിടെ ആരൊന്നും ഇപ്പില്ലേ. അപ്പോൾ നമ്മൾ ഇല്ല സാർ അത് എന്തോ ഇല്ല. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് മാറി ഇരുന്ന് ഉറങ്ങുകയൊക്കെ ചെയ്യണം. എന്താ ഇതേ കാണാൻ വെളുപ്പിനും എവിടെയൊക്കെ പോയി കറങ്ങി വരെയായിരുന്നു. നമുക്കാണെങ്കിൽ കൊല്ലണക്കലി വരും. ഈസിയായിട്ട് സാർ അവിടെ നിന്ന് ക്ഷമയോടെ ഇതെല്ലാം കേട്ട് അതൊക്കെ ചിന്തിക്കാൻ പോയി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഈ മനുഷ്യന്റെ കൂടെ നിന്നതുകൊണ്ടാണ് നമുക്കും ഒന്ന് സമയത്തും കാലത്ത് ഉറങ്ങാൻ പറ്റാത്തത്, സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല? അല്ല, ഭക്ഷണം അങ്ങനെ തോന്നിയിട്ടുണ്ട് എപ്പോഴെങ്കിലും? ഭക്ഷണമൊക്കെ കഴിക്കാൻ ഒക്കാതെ വരുമ്പോഴേ നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ പറയും മിസ്സായി. വെറുതെ മിസ്സായി കഴിഞ്ഞു. ഈ മറ്റു മന്ത്രിമാരുടെ ഡ്രൈവർമാരൊക്കെ നിങ്ങൾ ഈ സെക്രട്ടേറിയറ്റിൽ എത്തിയതിനു ശേഷം ഡ്രൈവർമാരുടെ ഒരു കൂടിക്കാഴ്ചയൊക്കെ ഉണ്ടാവുമല്ലോ അവിടെ? കാരണം 1-2 മിനിസ്റ്റേഴ്സ് നോർത്ത് ബ്ലോക്കിൽ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ മറ്റു മിനിസ്റ്ററുടെ കൂടെ പോയ ഡ്രൈവർ അവിടെ പോയിട്ട് നല്ല കുശാലായിരുന്നു, ചാപ്പാട് നല്ല ഗംഭീരമായിരുന്നൊക്കെ പറയാൻ കൊതി തോന്നിയിട്ടുണ്ട്. ബാക്കി എനിക്ക് പരിചയം എല്ലാവരും ഇപ്പോഴത്തെ ആളുടെ എല്ലാം നമുക്ക് ബന്ധമുണ്ട്. ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ കൂടെ നടക്കുന്ന സനീഷ, ഇവരൊക്കെ ഡൽഹിയിൽ വെച്ചൊക്കെ നല്ല അടുപ്പമുണ്ട്. പിന്നെ ദിവാകരൻ, ഇവരൊക്കെ നല്ല കൂട്ടുകാരല്ല. ഇവരൊക്കെ ഈ എവിടെയെങ്കിലൊക്കെ പോയിട്ട് മന്ത്രിയോടൊപ്പം പോയിട്ട് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വന്ന സമയത്ത് സാറിൻ്റെ ഉമ്മൻചാണ്ടി സാർ ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ സാറിൻ്റെ കൂടെ പോയിട്ടാണ് ഒന്നും നടക്കാത്ത, അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ? അയ്യോ, ഭക്ഷണം എന്ന് പറഞ്ഞാൽ ഞാൻ അത് ആസ്വദിച്ചിട്ടുള്ളത് തന്നെ KK രാമചന്ദ്രൻ മാസ്റ്ററോട് ഇടയ്ക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായി. എനിക്ക് ക്വാർട്ടേഴ്സിന് വേണ്ടിയും പിന്നെ ഈ പെൻഷൻ വർധന ആരിടൻ സാറിൻ്റെ ഇവിടെ ഇങ്ങനെയൊക്കെ. അപ്പോൾ ഇവരെല്ലാം ഈ കറക്റ്റ് ഭക്ഷണം കറക്റ്റ് ടൈമാണ്, അതിനപ്പുറം ഒരു റെയിൽവേ ടൈമാണ് ഭക്ഷണ കാര്യത്തിൽ. അതിനകത്ത് ഒരു ഏർപ്പാടുമില്ല. അപ്പോൾ നമുക്കും അത് കൃത്യമാണല്ലോ. അതിൽ ഏറ്റവും കൂടുതൽ ഈ 2 പേരും ഒരേപോലെ തന്നെ. എങ്കിലും രാമേന്ദ്രൻ മാസ്റ്ററോടെ പോകുമ്പോഴെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വീട്ടിൽ അവിടുത്തെ നല്ല ഭക്ഷണം കിട്ടും. മീറ്റിംഗ് അത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ അവിടെ അതൊരു കുറച്ച് നാളെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കൃത്യമായൊരു മീറ്റിംഗ് അത് കഴിഞ്ഞ് ഭക്ഷണം. അപ്പോൾ അപ്പോൾ ഞാൻ വിചാരിക്കും, അപ്പോൾ പറയുകയും ചെയ്യും, ഇതുപോലെ പലയിടത്തും ഭക്ഷണം ഉണ്ടാക്കി വയ്ക്കും, തിന്നാനുള്ള യോഗം ഉണ്ടാവില്ല,
കാണാനുള്ള യോഗയുള്ളൂ, കഴിക്കാൻ പറഞ്ഞിട്ടില്ല. കഴിക്കുക. ഈ സാറിന്റെ സ്പീഡിന്റെ ഒരു ഇതിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സാറ് എക്സ്റ്റെൻസീവായിട്ട് ഇത്രയധികം ട്രാവൽ ചെയ്ത മറ്റൊരു മുഖ്യമന്ത്രി നിരത്തുകളിലൂടെ റോഡിലൂടെ സാധ്യത കുറവാ ഉണ്ടാവില്ല. എങ്ങനെയാണ് ഈ സ്പീഡ്? ഈ പലപ്പോഴും സമയത്ത് അദ്ദേഹത്തിന് എത്താൻ പറ്റാറില്ല. കാരണം ഒരിടത്ത് പോയി കഴിഞ്ഞിട്ട് വിചാരിക്കുന്ന സമയത്ത് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോൾ 10-15 പേര് അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആൾക്കാർ നിവേദനമായിട്ട് വരും. ഓരോ ആളുടെയും പ്രശ്നങ്ങൾ പരിഹരിച്ചതിന് ശേഷം അല്ലെങ്കിൽ കേട്ടതിന് ശേഷമായിരിക്കും അദ്ദേഹം അടുത്ത യോഗ വേദിയിലേക്ക് പോവുക. അപ്പോൾ ഈ ടൈം മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെയാണ്? സ്പീഡ് എങ്ങനെയാണ്? അടിച്ചു പുറത്ത് വിടുമോ? ഇല്ല, ഒരിക്കലും സ്പീഡാപ്പ് പോട്ടെന്ന് സാറ് പറയില്ല. സ്പീഡാപ്പ് അങ്ങനെ പറയില്ല. സാറിന് അറിയാം നിങ്ങൾ സ്പീഡ് ആക്കിക്കോളും. അത്യാവശ്യം ഉണ്ടെങ്കിൽ സാറ് വാച്ച് ഇല്ലല്ലോ. അപ്പം നമ്മൾ മണിയത്രേ 12:30 പാലായിൽ ഒന്ന് എത്തേണ്ടതാണ്. അപ്പം എന്താ ഇങ്ങനെ അപ്പോൾ ചവിട്ടി വിടട എന്നുള്ളൊരു മെസ്സേജാണത്. മെസ്സേജ് അത്യാവശ്യം ഉണ്ടെന്നുള്ള. അപ്പം നമ്മൾ സ്പീഡുള്ള എനിക്ക് നല്ല സ്പീഡാ കാണുമ്പോൾ അല്ല പുറത്തും അല്ല അതൊക്കെ ഇങ്ങനെ പലരും പറയും. 2.8 ലിറ്റർ ഉള്ള ഇന്നോവ എന്താ പറയാ ജൈജാന്റിക് മെഷീനാണ് കൈയിരിക്കുന്നത്, എപ്പോഴും വേണമെങ്കിലും പറക്കും. അല്ല അത് പലരും എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കൊടുക്ക് ഇർഷാദ് സിംഗ് സാറുണ്ടല്ലോ IPS DGP. അതെ, അദ്ദേഹം ഞാൻ റോഡ് സേഫ്റ്റിയുടെ ആളാണ്. അതെ, ഒരിക്കൽ 9 വർഷം ഫിനാൻഷ്യൽ ജോലി എന്ന് പറഞ്ഞില്ലേ ഡെയിലി വേസ്. ഈ സമയം നമ്മുടെ ബോസും ഞങ്ങളുടെ ഒരു ടൂർ ഇങ്ങനെ പോയ സമയത്ത് അവിടെ ഇവിടെ നിർത്തിയാണ് പുറകെ വരുന്ന പോലീസ് ഡ്രൈവറെ നോക്കിക്കോളാൻ പറയാം. ഫാമിലി 2 പേരുടെയും പുറകിലും ഓഫീസേഴ്സ് എല്ലാം എൻ്റെ വണ്ടിയിലും. അങ്ങനെ മധുര റോഡിൽ കയറും. പലപ്പോഴും പറയും അവരെ കാണുന്നുണ്ടോ? ചിലപ്പോൾ കാണില്ല. അവരെ സാർ കാണുന്നില്ല, നിർത്താൻ. അങ്ങനെ ഒരു നിർത്തിയപ്പോൾ എൻ്റെ ഇർഷാദ് സിംഗ് സാർ ചോദിച്ചു, സാറ് മുമ്പിലായിരുന്നു. എന്നെ നമ്മളവിടെ പോയി കാപ്പി കൂടി നല്ല അടുപ്പമോ. അന്ന് ഒരു അശ്വിനി കുമാർ റായ് സാറിൻ്റെ കൂടെ നിൽക്കുമ്പോഴാണ്, ഹരിത മിശ്ര സാർ IPS ഇവരെ കൂടെ നിൽക്കുമ്പോഴാണ് ഗോപിക്ക് എത്ര വയസ്സായി സിംഗ് ചോദിക്കുകയാണ്. അപ്പോൾ അന്ന് 50 താഴേറ്റ ആയുള്ളെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞു അല്ല ചോദിച്ചത് പ്രവൃത്തി 18 വയസ്സിൻ്റെയാണ്. മീശയൊക്കെ ഒന്ന് പിരിച്ചു കാണും എപ്പോഴും ഇങ്ങനെ ഒരു തടവലുണ്ട്. ഉണ്ട്. അല്ല പേടിച്ചോ ചോദിച്ചപ്പോ? ഈ കപ്പട മീശയൊക്കെ വെച്ചിട്ട് നമ്മൾ സ്ഥിരം വല്ലപ്പോഴും ചോദിക്കുന്നത്. അതെ അതെ. അല്ല പ്രവൃത്തി ചെറുക്കൻ്റെയാണ്, 18 വയസ്സിൻ്റെയാണ്. എൻ്റെ ഡ്രൈവർ 32 വയസ്സാണ്, 32-33. അപ്പോൾ ഗോപിയേക്കാൾ സ്പീഡിൽ അദ്ദേഹം വിടേണ്ടതാണ്. എത്തുന്നില്ല, വണ്ടിയും 2 സെയിമാണ്. അപ്പോഴാണ് ഇദ്ദേഹം പിന്നെ അശ്വരാജ് സാർ ഇദ്ദേഹമേ നേരെ ഡ്രൈവറായിരുന്ന ആളാണ്. രാഷ്ട്രീയക്കാരോടൊന്നും പറഞ്ഞു പോയേ പറ്റൂ. പിന്നെ ഇതുണ്ടാവും. അതൊക്കെ എനിക്ക് ഓർമ്മയിലുണ്ട്. നിങ്ങൾ എത്ര കിലോമീറ്റർ സ്പീഡിലാണ് ഉമ്മൻചാണ്ടി സാർ സാറിന് ഈ പറഞ്ഞല്ലേ ഇപ്പൊ സാർ പറയുന്നത് 12:30 പാലയിൽ എത്തണം എന്ന ഒരു സൂചന തരുമ്പോൾ നമ്മൾ പുറത്ത് വിട്ടോടാന്നാ പറയുന്നത്. പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾ എത്ര സ്പീഡിൽ പോകും? അന്നത്തെ ആ വണ്ടിയൊക്കെ ആദ്യം അംബാസഡർ ആയിരുന്നല്ലേ, അത് ചവിട്ടിയാൽ ഇവിടെ ചവിട്ടിയാൽ അവിടെ പോയി നിൽക്കും. പക്ഷേ എന്ത് വെച്ചും പോകും, ദൈവാനുഗ്രഹം കൊണ്ട് ഒന്നും പറ്റിയില്ല. എസ്കോർട്ടും പൈലറ്റും ഒന്നും ഇല്ല. ഇല്ല. ഇപ്പോഴാണ് ശരിക്കും മുഖ്യമന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട് ബാക്ക് 50 വണ്ടി ആയത്. നമുക്കൊന്നും അറിയേണ്ട കാര്യം, അന്ന് ഒരൊറ്റ വണ്ടിയാണ്. അതും പോകുമ്പോൾ എസ്കോർട്ടും പൈലറ്റൊക്കെ ആയ സമയത്തും നമ്മൾ പോകുന്ന സമയത്ത് ചിലപ്പോൾ മുമ്പ് പോണ വണ്ടി ഉദ്ദേശിച്ച പോലെ സ്പീഡ് കാണൂല. അപ്പോൾ ഇവിടെ സമയം പോവും. സമയം പോകുമ്പോൾ സാർ അവർ ഓവർടേക്ക് ചെയ്തങ്ങ് പോകും. ഓവർടേക്ക് നോക്കാൻ പറയും. അതായത് പൈലറ്റ് വണ്ടിയൊക്കെ മറികടന്ന് പോകാൻ പറയും. അല്ല, ഒന്ന് ഓവർടേക്ക് നോക്കൂ, സൂക്ഷിച്ചെന്ന് പറയും. അവർ പതുക്കെ ചില വണ്ടികൾ അങ്ങോട്ട് സ്പീഡ് കിട്ടില്ല, സ്റ്റേഷനിൽ കിടക്കണ വണ്ടിയിൽ. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ അത് പറയും. ഇല്ലാത്ത സമയം സാർ ഓവർടേക്ക് അതിൻ്റെ കൂടെ പതുക്കെ പോയി. അപ്പോൾ അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം. ഒരിക്കൽ ഇതേപോലെ ബാബു സാർ അന്ന് മന്ത്രിയായിരുന്നു. അദ്ദേഹം തൃപ്പൂണിത്തുറയിൽ നിന്ന് കയറാമെന്നും പറഞ്ഞിട്ട് ഇവിടുത്തെ ഓട്ടോ എല്ലാം കഴിഞ്ഞിങ്ങനെ ഫോൺ ചെയ്ത് വരികയാണ്. അപ്പോൾ മുന്നേ നേരത്തെ ആണല്ലോ. ഇതാര് ഗോപിയാണ് ഓടിച്ചത് അപ്പം എന്നറിയില്ല. ചുമ്മയല്ല സമയത്ത് നേരത്തെ ഇഞ്ഞ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പലരുടെ ഇടയിൽ
ഈ ഇനോവ കാലഘട്ടത്തിലോട്ട് വന്നപ്പോൾ എത്ര സ്പീഡ് വരെ മാക്സിമം മുഖ്യമന്ത്രിയുടെ ഒരു പരമാവധി സ്പീഡ് എത്രയായിരുന്നു? 150 കഴിഞ്ഞപ്പോഴൊന്നും സമ്മതിച്ചിട്ടില്ല. പിന്നെ 150 വരെ പോയിട്ടുണ്ട്. 150 പോയി. പുള്ളി നോക്കും, സ്പീഡോമീറ്റർ നോക്കും. സാറിന് അറിയാം, വണ്ടിയുടെ പോക്ക് കാണുമ്പോൾ തന്നെ അറിയാം. എത്ര കിലോമീറ്റർ സ്പീഡ് വരെ മിണ്ടാതിരിക്കും? അത്യാവശ്യം ഉണ്ടെങ്കിൽ ഈ സ്പീഡ് പോകാനും പറയില്ല, സൂക്ഷിച്ചത് മാത്രം. സീറ്റ് ബെൽറ്റ് ഒക്കെ ഇട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതും എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. മുഖ്യമന്ത്രിയുടെ സമയത്ത് സാറ് ഈ ട്രാഫിക് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പരിപാടി ഉണ്ട്, ബോധവൽക്കരണം, റോഡ് സേഫ്റ്റി ബോധവൽക്കരണം. അപ്പം എനിക്ക് അന്ന് ഈ തൊപ്പി വയ്ക്കുന്നത് പിന്നെ ഈ ബെൽറ്റ് ഇടുന്നതൊക്കെ ഒരു അലർജി ആയിരുന്നു, അസ്വസ്ഥയാണ്. മുമ്പൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പം ഞാൻ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇങ്ങനെ പിടിച്ചങ്ങ് വെച്ചേക്കും. ഏതാ സീറ്റ് ബെൽറ്റ് കൈ കൊണ്ട്. അപ്പം അന്ന് ഈ ബോധവൽക്കരണത്തിന് പോകുമ്പോഴും ഇത് തന്നെയാണ് പരിപാടി. ചെയ്തു പറഞ്ഞു, ഗോപി ഇന്ന് നമ്മൾ എവിടെ പോകണമെന്ന് അറിയാമോ? വഴുതേക്കാട് കമ്മീഷൻ ഷോപ്പ്. എന്താ എന്തിൻ്റെ പരിപാടിയാണെന്ന് അറിയാം? ഇല്ല, ഇതേപോലെ കൈകൊണ്ട് പിടിച്ചു വെച്ചേക്കണില്ലേ, നേരെ ഇടാനുള്ള. അവർക്കൊക്കെ ഫൈൻ അടിച്ച 2000 രൂപ വരും ഇപ്പോൾ. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഓവർ സ്പീഡിനൊക്കെ ഫൈൻ അടിച്ചിട്ടുള്ള വാഹനം അദ്ദേഹത്തിന്റെ വാഹനമാണെന്ന് തോന്നുന്നു. ഫൈന് ആദ്യം അടച്ചതിൻ്റെ പുറകിൽ ഒരുപാടുണ്ട്. ചിലർ കയറി അങ്ങ് പണം അങ്ങ് അടയ്ക്കും. അടയ്ക്കുമ്പോൾ പിന്നെ ഇദ്ദേഹത്തിനും അടയ്ക്കണമല്ലോ. അങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഒരുപാട് അടയ്ക്കേണ്ടതായിട്ട് ഒരുപാട്. പിന്നെ അടപ്പോട് അടപ്പ് തന്നെയായിരുന്നു, ഒരു രക്ഷയില്ല. എല്ലായിടത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ എന്നുവെച്ചാൽ എമർജൻസിക്ക് മാത്രം. അല്ലാത്തപ്പം ഈ പോലീസ് ഗവൺമെന്റ്മാർക്ക് അറിയാം ഇന്ന പോയിന്റിൽ അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ഒന്ന് ചവിട്ടും. അത് അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം, ഇല്ലെങ്കിൽ സാറ് സമ്മതിക്കുകയില്ല, അടിച്ചു വർത്തി പോകും. അല്ല, അത്യാവശ്യം ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇതൊക്കെ നോക്കി സാറ് പറയും. അത്യാവശ്യം ഇല്ലെന്നല്ല, ഈ ഹോൺ അടിച്ചുള്ള ഷോ ഓഫ് ഒന്നും പുള്ളിക്കില്ല. ഹോണൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് സാർ ചൂടാവും. ഹോൺ ഒരുപാട് അടിച്ചാൽ അല്ല, ഒരുപാട് നല്ല ആവശ്യമല്ല, എന്തിനായിട്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കട്ടെ. വല്ല അറ്റാക്ക് വല്ലവരാണെങ്കിൽ ഇത് എത്ര ഹോൺ അതിനകത്തൊക്കെ ഇരിക്കണമെന്ന് അങ്ങനെ സാറ് ഇളക്കിച്ചിട്ടുണ്ട് ചില. പക്ഷേ ഈ കുറച്ചുകൂടെ സെക്യൂരിറ്റിനെ ടൈറ്റൻ ചെയ്ത് ഈ സോളാർ വിഷയമൊക്കെ വന്നതിന് ശേഷമാണ്, അതിന് ശേഷമൊക്കെയാണ് കുറച്ച് ഫ്രണ്ടും ബാക്കൊക്കെ വാഹനങ്ങൾ, അകമ്പടി വാഹനങ്ങളൊക്കെ ആയത്. അല്ലെങ്കിൽ സാറിന് ഇങ്ങനെ സെക്യൂരിറ്റിയെ ഒന്നും ഇഷ്ടമല്ലായിരുന്നു. ഉമ്മൻചാണ്ടി സാറിന്റെ വിശേഷങ്ങൾ പറഞ്ഞാലും തീരില്ല. നമുക്ക് അടുത്തൊരു അധ്യായത്തിൽ ബാക്കി വിശേഷങ്ങൾ കണ്ടിന്യൂ ചെയ്യാം.